ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണല്ലോ. മധ്യ കേരളത്തിലെ 100-ൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ദൃശ്യ ന്യൂസ് എത്തുകയാണ്. ദൃശ്യ പോരാട്ടം 2025 എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ആലപ്പാട് ഗോൾ ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം. ആദ്യം നമുക്ക് വിശിഷ്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക KN, UDF-നെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സിബിച്ചൻ, LDF-നെ പ്രതിനിധീകരിച്ച് രജീഷ്, ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഷിബുകുട്ടൻ. ആദ്യമായി തന്നെ പ്രസിഡന്റിനോടാണ് ചോദ്യം. ഈ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ, വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കി പറയാം. 2020-25 കാലഘട്ടത്തിൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ മറ്റു വർഷങ്ങളിലുള്ള പോലുള്ള ഒരു ഭരണസമിതി അല്ലായിരുന്നു. ഞങ്ങളുടെ തുടക്കകാലം എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു അതിപ്രസരമുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന മേഖല വളരെ ചുരുക്കത്തിലേക്കാണ് തുടങ്ങിയെങ്കിലും അതിനുശേഷം കോവിഡിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലേക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ആദ്യ സമയങ്ങളിൽ കോവിഡ് പ്രവർത്തനങ്ങളായതുകൊണ്ട് ആദ്യത്തെ 1-1.5 വർഷത്തോളം ഞങ്ങൾക്ക് പരിമിതമായ കാര്യങ്ങൾ മാത്രം നടത്താൻ സാധിച്ചുള്ളൂ. പക്ഷേ അതിന് ശേഷം കോവിഡിൻ്റെ ആ രീതി മാറിയതിന് ശേഷം ഞങ്ങൾ വിപുലമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തോളം ചെയ്തത്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മനസ്സോടിത്തിരി മണ്ണ് എന്ന മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ ഏറ്റവും ആവശ്യത്തോടുകൂടി ഏറ്റെടുത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 13 വീട് ഭരണസമിതി നേരിട്ട് ഇടപെട്ടാണ് ആ 13 വീടുകൾ പണിതു കൊടുക്കുകയുണ്ടായത്. അതിനുശേഷം കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും അതുപോലെ തന്നെ പശ്ചാത്തല വികസനത്തിലും സേവന മേഖലയിലും എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഫണ്ട് 100% വിനിയോഗിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. എന്നാൽ ഇലക്ഷൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഫണ്ട് വിഹിതം ഞങ്ങൾക്ക് നേരെ നല്ല രീതിയിലായിട്ട് പ്രയോഗിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കുറച്ചൊരു ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഈ 5 വർഷ കാലയളവിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഭരണസമിതിയുടെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഒരു വാർഡിനും വേർകൂറില്ലാതെ മാത്രമാണ് ഈ ഭരണസമിതി ഫണ്ട് വിഹിതം വിനിയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു മെമ്പറിന് പോലും 1 രൂപ പോലും കൂടുതലോ കുറവോ ഇല്ലാതെ അടിസ്ഥാന വികസനത്തിന് മാത്രം പ്രാധാന്യം, ഒരു വാർഡിൻ്റെ വികസനം എന്നാലും പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് 100% സത്യസന്ധമായി പറയാൻ സാധിക്കും. അത് ഭരണപക്ഷത്തിലുള്ള അംഗങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. യാതൊരുവിധ വേർകൂറില്ലാതെയാണ് ഈ കഴിഞ്ഞ 5 വർഷവും വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പോകുന്നുവെന്നാണ് UDF പ്രതിനിധി സിബിച്ചൻ, അഡ്വക്കേറ്റ് സിബിച്ചൻ എന്നാണ് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ തീരത്തില്ല. ഞങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വിമർശനമാണ്. വിമർശനം ക്രിയാത്മകമായിരിക്കണം. ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടി വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വെള്ളൂർ പഞ്ചായത്ത് ഭരിക്കുക. അതിനാർക്കും തർക്കമില്ല, ഈ ഇരിക്കുന്ന ആർക്കും തർക്കമില്ല. ഈ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് പുതിയ വികസന നേട്ടമാണ് ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന വെള്ളൂർ പഞ്ചായത്തിൽ എന്ത് വികസന നേട്ടമാണ് പൊതുജനങ്ങളെ എടുത്തു കാണിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങൾക്കറിയാം, നമ്മൾ ഈ സംവാദം ഇവിടെ നടക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്, വെള്ളൂർ മുളക്കുളം ചന്തപ്പാലം റോഡ്, ഏത് പഞ്ചായത്തിൻ്റെയും ഏത് പ്രദേശത്തിൻ്റെയും ഈ വികസനം എന്ന് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്ന് പറയുന്നത് റോഡുകളാണ്. എത്ര മനോഹരമായി കിടന്നിരുന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന റോഡായത്.
എത്ര മനോഹരമായി ഇവിടെ കേൾക്കുന്ന ആളുകൾക്കെല്ലാം അറിയാലോ. ഈ അമ്പലത്തെ സാക്ഷിയാക്കി പറയുക. ഇപ്പോൾ അതിലെ ഒരു വാഹനത്തിന് പോകുവാൻ കഴിയുമോ? ഒരു വാഹനത്തിന് പ്രസിഡന്റിനോട് ചോദിക്കുക, പഞ്ചായത്ത് ഭരണസമിതി ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി കിഫ്ബി വഴി 112 കോടി രൂപ അനുവദിച്ച് മൂവാറ്റുപുഴക്കാരനായ സെൻറ്റ് മേരീസുകാരൻ കോൺട്രാക്റ്റ് എടുത്ത് ആ കോൺട്രാക്ടർ ഇതിൻ്റെ വർക്ക് നടത്തി, എന്തുകൊണ്ട് അയാൾ വർക്ക് ഇതിൽ നിന്ന് വിട്ടുപോയി? ഇത് ഈ രീതിയിൽ കിടക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? പഞ്ചായത്ത് ഭരണസമിതി എന്ത് പ്രവർത്തനമാണ് നടത്തുന്നതിന് വേണ്ടി കാഴ്ചവെച്ചത്? ഒന്നാമത്തെ ചോദ്യമാണ്. എന്തെങ്കിലും കാഴ്ചവെച്ചോ? ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സംവാദം നടത്തുവാൻ വേണ്ടി ദൃശ്യ ചാനലുകാർ ഇവിടെ വന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇവിടെ ഈ പരിപാടി തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞങ്ങൾ പറയാതെ തന്നെ ചാനലുകാർക്കറിയാം. ഈ റോഡിലേക്ക് കിടന്നപ്പോൾ ടയർ പൊട്ടി, കട്ടറയിൽ കയറി ടയർ പൊട്ടി, ഇവിടെ സംവാദത്തിനുള്ള വാഹനത്തിൻ്റെ ടയർ പൊട്ടി തെറിച്ചു പോയി. അപ്പോൾ അത് ഊരി, സ്റ്റെപ്പിന് ഇല്ലാഞ്ഞത് കൊണ്ട് അത് ഊരി മാറ്റിയിട്ടപ്പോൾ 1.5 മണിക്കൂർ താമസം വന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ളൂർ പഞ്ചായത്തിൻ്റെ റോഡുകളുടെ അവസ്ഥ ഇതാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ട്. നമുക്ക് സമീപ പഞ്ചായത്തിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. തലയോലപ്പറമ്പ് പഞ്ചായത്ത് ആരെങ്കിലും ആയിക്കോട്ടെ ഭരിക്കുന്നത്, എടക്കാട്ടുവയൽ പഞ്ചായത്ത്, മുളക്കുളം പഞ്ചായത്ത്, അവിടത്തേക്ക് എത്ര മനോഹരമായ റോഡുകളാണ്. ഞാൻ MLA ചോദിക്കുക, ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലേ MLA? വെള്ളൂർ പഞ്ചായത്ത് വൈക്കം നിയോജകമണ്ഡലത്തിലാണോ എന്ന് സംശയമുണ്ട് MLA പ്രവൃത്തി കണ്ടാൽ. MLA വെള്ളൂർ വരണമെങ്കിൽ മുളക്കുളം പഞ്ചായത്ത് വഴിയോ എടക്കാട്ട് പഞ്ചായത്ത് വഴിയോ കറങ്ങി വരേണ്ടി വരും. എന്ത് വിരോധാഭാസമാണ് നമ്മുടെ ഈ റോഡുകളുടെ അവസ്ഥ, ഏറ്റവും മോശമാണ്. അത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വരുന്നത്, ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തി. ആരാ ഉദ്ഘാടനം നടത്തിയത്? വലിയ മന്ത്രി വന്ന, ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജു വന്ന ഉദ്ഘാടനം നടത്തിയത്. ആ ഉദ്ഘാടനം നടത്തിയതിൻ്റെ അവസ്ഥ എന്തായി? നിങ്ങൾ എന്തിനു വേണ്ടി അത് ഉദ്ഘാടനം ചെയ്ത്? എത്ര രൂപ ചിലവായി? പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, ഓൺ ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചിലവായി? ആ ചിലവായി ഇന്ന് നായ്ക്കളും തെരുവ് നായ്ക്കളും പശുക്കളും മേഞ്ഞ സ്ഥലമായി മാറിയില്ലേ ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്? ആ കെട്ടിടം പണിതിട്ട് എത്ര രൂപയായി നിങ്ങൾക്ക്? നമുക്ക് ആരുടെ നികുതി പണം കൊണ്ട് അത് പണിതത്? അതിനെ തൊട്ടടുത്ത് തന്നെ കുളത്തൂർ മൊഴി വികസനം. എന്താ മൊഴിയാ? തുമ്പൂർ മൊഴി ആണോ ഷാജി? തുമ്പൂർ മൊഴിയാ? തുമ്പൂർ മൊഴി വികസനം. എന്താ അത്? എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്നുണ്ട് തുമ്പൂർ മൊഴി വികസനം. എന്താ? മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണെന്നാണ് പറയുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി. ആ തുമ്പൂർ മൊഴി വികസനത്തിന് നടത്തിയ ആ സ്ഥലത്തു കൂടി മൂക്ക് പൊത്താതെ പോകാൻ പറ്റില്ല ജോഷി? മൂക്ക് പൊത്താതെ പോകാൻ പറ്റിയല്ല. ആ ഭാഗത്തുള്ള ആളുകൾക്കറിയാം. ഉയ്യാക്കോസ്റ്റോടത്ത് മെമ്പറല്ലേ? ആണോ? ആ ഭാഗത്ത് കൂടി മൂക്ക് പൊത്തി വേണം അവിടുത്തെ ആളുകൾക്ക് നടന്നു പോകാൻ. ഇതാണ് തുമ്പൂർ മൊഴി വികസനം. രണ്ടാമത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്ത് കാഴ്ചപ്പാടാണ് ഉള്ളത്? ഇവിടെ കമ്മ്യൂണിറ്റി ഹാളുകൾ, ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തണമെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളുകൾ വേണം. ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാളുകളുടെ അവസ്ഥ എന്താ? ചോർന്നൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. വടകര കമ്മ്യൂണിറ്റി ഹാളുണ്ട്, ചന്ദ്രാമല കമ്മ്യൂണിറ്റി ഹാളുണ്ട്, ഇരുമ്പയത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കേരളത്തിലെ തന്നെ 2000 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഹരിജൻ സെറ്റിൽമെൻറ്റ് കോളനികളിലൊന്നാണ് ആ ഇരുമ്പയത്തെ പാവപ്പെട്ട ആളുകൾ കല്യാണം നടത്തുന്നതിനും അടിയന്തരം നടത്തുന്നതിനും എല്ലാം ഇതുപോലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാൽ ആ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുന്ന വാടക ഇനത്തിൽ തന്നെ ഈ പഞ്ചായത്തിലേക്ക് ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. ഇന്ന് ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവസ്ഥ എന്താ? ആ കമ്മ്യൂണിറ്റി ഹാള് ചോർന്നൊലിഞ്ഞ് തകർന്ന് കറണ്ടില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് അവിടെ ഫംഗ്ഷൻ നടത്തി അടച്ചു പൂട്ടിയിരിക്കുക. പാവപ്പെട്ട ആളുകൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. എന്തെങ്കിലും കല്യാണമോ മറ്റു പല ഫംഗ്ഷനുകൾ നടത്തുന്നതിന് വേണ്ടി പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വരുമാനം കിട്ടുകയാണ്. പഞ്ചായത്തിന് വരുമാനം കിട്ടിയിരുന്നതാണ്, അത് നിർത്തലാക്കി. നിങ്ങൾ അംഗനവാടികളുടെ കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങളിവിടെ കാണിച്ച അംഗനവാടി നിയമനങ്ങൾക്കും ഒക്കെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാവുന്ന ജനങ്ങൾക്കറിയാം. ഒരു സ്വജനപക്ഷപാതമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരു കുടുംബത്തിലെ തന്നെ ഒരു അംഗനവാടി ഈ വെള്ളൂർ പഞ്ചായത്തിലെ അംഗനവാടിയിലേക്ക് ഒരു കുടുംബത്തിൽ തന്നെ 2 ആളുകളെയാണ് നിങ്ങൾ നിയമനം കൊടുത്തിരിക്കുന്നത്. സ്വജനപക്ഷപാതമല്ലേ? മറ്റു പല ആളുകളും, അർഹമായ പല ആളുകളും ലിസ്റ്റിലുണ്ടായിട്ട് ആ ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റിയിട്ട് ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് അംഗനവാടി നിയമനം കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? ഇത് ജനാധിപത്യമാണോ? നിങ്ങൾ ആശാ വർക്കർമാരുടെ ലിസ്റ്റ് തിരുമറി നടത്തിയില്ലേ?
അർഹരായ പല ആളുകളും ആശാ വർക്കർമാരുടെ ലിസ്റ്റിലുണ്ടായിട്ട് സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകളെ ആശാ വർക്കർമാരായി നിയമിച്ചു. ശരിയല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളൂർ പഞ്ചായത്തിൻ്റെ വികസനം മുരടിച്ച, വികസനമില്ലാത്തൊരു ഭരണസമിതിയായി കഴിഞ്ഞ ഈ 5 വർഷക്കാലം, അത് 10 വർഷക്കാലം, നമുക്കറിയാം. ഈ 5 വർഷക്കാലം എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി? എത്ര LDFൻ്റെ നയമതാണോ? സാധാരണയൊക്കെ നമ്മൾ പറയാം UDF ആണ് ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ മാറ്റുന്നതെന്ന് പറയാം. പക്ഷേ LDF വന്നിട്ട് എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി? വർഷം തോറും പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറുകയല്ലേ? ഈ വർഷം തോറും മാറുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ജനങ്ങളോടുള്ളത്? ജനങ്ങളോട് എന്ത്? അതും ആദ്യമായി കയറി വരുന്ന ആളുകളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ, പരിചയമില്ലാത്ത ആളുകളെ, പരിചയസമ്പന്നരായ ആളുകളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നതിന് പകരം പരിചയമില്ലാത്ത ആദ്യമേ ജയിച്ചു. നമുക്കറിയാം, പഞ്ചായത്തിലേക്ക് കയറി വന്നാൽ 1 വർഷം കൊണ്ടേ നമ്മൾ കാര്യങ്ങൾ പഠിക്കൂ. പഞ്ചായത്തിലേക്ക് നമ്മൾ ജയിച്ചു വന്നാൽ പഞ്ചായത്ത് രാജ് ആക്റ്റും മറ്റു കാര്യങ്ങളുമെല്ലാം പഠിക്കണമെങ്കിൽ 1 വർഷം വേണം. ആ 1 വർഷം കൊണ്ടേ ഇത് പഠിക്കാൻ കഴിയുള്ളൂ. ആ 1 വർഷം പോലും തികയാത്ത ആളുകളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് ഇവിടുത്തെ പൊതുജനത്തിനറിയാം. ഓക്കെ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പറയാം. അല്ല, ഒരു കൂടി. ഇവിടെ HNL വലിയ മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്തല്ലോ. വലിയ മാമാങ്കം നടത്തി. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ HNL വലിയ മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്തു. വികസന നായകൻ വന്ന് ഉദ്ഘാടനം ചെയ്തു. എന്താ ഇന്നത്തെ അവസ്ഥ? ആ ഭാഗത്ത് കിടക്കുന്ന റോഡുകളിൽ കൂടി ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? അവിടുത്തെ 10 ദിവസം അവിടെ ജോലിയുണ്ടെങ്കിൽ 20 ദിവസം ജോലിയില്ലാത്ത അവസ്ഥയല്ലേ? നിങ്ങൾ പഞ്ചായത്തും ഗവൺമെൻറ്റും ഒത്തുകളിച്ചുകൊണ്ട് പഞ്ചായത്തിന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിംഗ് ടാക്സ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചില്ലേ? ആ തനത് ഫണ്ടിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന എത്ര കോടി രൂപയാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചത്? പഞ്ചായത്തിൻ്റെ 55 ലക്ഷം രൂപ നിങ്ങൾ ഈ കോപ്പറേറ്റീവ് സഹകരണ ബാങ്ക് നിക്ഷേപിച്ചിട്ടില്ലേ? അതിൻ്റെ അവസ്ഥ എന്തായി? ഞാൻ കരം കൊടുക്കുന്ന പൈസയാ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കരം കൊടുക്കുന്ന പൈസയാ. അതിൻ്റെ അവസ്ഥ എന്തായി? ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇനിയും ധാരാളം സംസാരിക്കുവാനുണ്ട്. നമുക്ക് LDF പ്രതിനിധി രജീഷിനോടാണ് ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് സിബിച്ചൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പ്രധാനമായും ഇവിടുത്തെ റോഡാണ്, തകർന്നു കിടക്കുന്ന റോഡുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള്, പിന്നെ അംഗൻവാടികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. എന്താണ് മറുപടി? കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപുരസ്സരം തന്നെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ, ആരോഗ്യ മേഖല എടുത്ത് പരിശോധിക്കാം. ആരോഗ്യ മേഖലയിൽ ഈ വെള്ളൂർ പഞ്ചായത്തിനകത്ത് നമ്മുടെ 2020 കാലഘട്ടത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളൂരിലെ നമ്മുടെ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയും, കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ 4 ഡോക്ടർമാരുടെ സേവനമാണ് വെള്ളൂർ പോലുള്ള പ്രദേശത്ത് ലഭിക്കുന്നത്. ഒരു ദിവസം തന്നെ ഏകദേശം 200-ലധികം വരുന്ന രോഗികളാണ് അവിടെ ചികിത്സക്കായി എത്തിച്ചേരുന്നത്. മാത്രവുമല്ല, അവിടെ എല്ലാ തരത്തിലുമുള്ള ഒരു സാധാരണ നിലയ്ക്കുള്ള എല്ലാ ചികിത്സകളുടെയും എല്ലാ ടെസ്റ്റുകളും മിതമായ നിരക്കിൽ ചെയ്യുവാനുള്ള ലാബ് സൗകര്യം, മറ്റ് അനുബന്ധ സേവനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു ജനതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അവരുടെ ആരോഗ്യ സംരക്ഷണവും അവരുടെ ആരോഗ്യ പരിപാലന രംഗവും. ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഇത്രയും മാറ്റമുണ്ടായ ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയമാണെന്ന് നമുക്ക് അതിശയോക്തിയില്ലാതെ പറയാൻ വേണ്ടി കഴിയും. ആരോഗ്യ മേഖലയിൽ സമ്പൂർണ്ണമായി എല്ലാവർക്കും യാതൊരുവിധ പരാതികളുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ എല്ലാവർക്കും നല്ല നിലയിൽ ചികിത്സ ലഭിക്കുന്ന രൂപത്തിലേക്ക് ആരോഗ്യ പ്രവർത്തനം മാറി. പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം നമുക്ക് വിസ്മരിക്കുവാനോ മറക്കുവാനോ മാറ്റി നിർത്തുവാനോ കഴിയാവുന്നതല്ല. പാലിയേറ്റീവ് മേഖലകളിൽ ഇവിടെ കിടപ്പ് രോഗികളായ വെള്ളൂർ പഞ്ചായത്തിലെ 16 വാർഡുകളിലും കിടപ്പ് രോഗികളെ ദൈനംദിനം സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണ പ്രവർത്തനങ്ങൾ നടത്തി ആരോഗ്യ മേഖല മുമ്പോട്ട് പോവുകയാണ്. വ്യവസായ മേഖല എടുത്ത് പരിശോധിക്കാൻ ഇവിടെ പറഞ്ഞല്ലോ,
KPPL സംബന്ധിച്ചിവിടെ പറഞ്ഞു. KPPL വിൽക്കാൻ വെച്ചിരുന്നതാ. കേന്ദ്ര ഗവൺമെൻറ് ലാബ് നഷ്ടത്തിലാണെന്ന് ബോധപൂർവം കണക്കുണ്ടാക്കി വെക്കാൻ വെച്ചിരുന്നതാ. ആ വിൽക്കാൻ വെച്ചിരുന്ന HNL KPPL ആയിട്ട് രൂപാന്തരം പ്രാപിച്ച് അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉൽപ്പാദനം മുമ്പോട്ട് പോകുന്നുണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. തന്നെയുമല്ലല്ലോ, വെള്ളൂർ പഞ്ചായത്തിൻ്റെ വലിയ മുഖമാറ്റമാണ് ഇവിടെ KRL വരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. KRLൻ്റെ കാര്യം ചെറിയ കാര്യമാണോ? KPPLൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി 187 ഏക്കർ ഭൂമിയാണ്. KPPLൻ്റെ ഉടമസ്ഥതയിലുള്ള 187 ഏക്കർ ഭൂമി KRLൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ പ്രദേശത്തെ നമ്മുടെ വെള്ളൂർ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങളിലുള്ള 200-300 പേര് അവിടെ ഇപ്പോൾ ചുടലെടുക്കുന്നുണ്ട്. വരുന്ന വർഷം 2026 അതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വരും. ഏകദേശം 35-40 കമ്പനികൾ അവിടെ അവരുടെ ബിസിനസ് തുടങ്ങുവാനായിട്ട് താല്പര്യം അറിയിച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ റബ്ബർ പാർക്ക് വരുന്നതോടുകൂടി നമ്മുടെ വെള്ളൂർ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ നല്ല നിലയ്ക്ക് മാറുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു തർക്കവുമുണ്ട്. നേരിട്ട് 3000 പേർക്ക് ജോലി ലഭിക്കുന്ന നിലയിലേക്ക് വെള്ളൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മാറും. 5000 പേർക്ക് പരോക്ഷമായി ജോലി ലഭിക്കുന്ന നിലയിലേക്ക് വെള്ളൂർ പഞ്ചായത്തിൽ KRL വരുന്നതോടുകൂടി മാറും. അങ്ങനെ വ്യവസായ മേഖലക്കകത്ത് നല്ല നിലയിലേക്കുള്ള വളർച്ച. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ റോഡിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് റോഡിൻ്റെ കാര്യം എന്നാ, വസ്തുത എന്നാ, നമുക്ക് വസ്തുത ബോധ്യപ്പെടേണ്ടത്. എന്തെങ്കിലും പറഞ്ഞ് പോകാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി 111 കോടി രൂപയാണ് ജർമ്മൻ ബാങ്കിൻ്റെ സഹായത്തോടു കൂടി വെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കേരള ഗവൺമെൻറ് നമ്മുടേതുപോലുള്ള ഒരു ചെറിയ പ്രദേശത്തേക്ക് ഇത്രയും വലിയ തുക വെച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വലിയ കൊള്ളരുതായ്മയാണ് ആ കോൺട്രാക്ടർ എടുത്ത മേരി മാത എന്ന് പറയുന്ന കമ്പനി നടത്തിയത്. ഒരാക്ഷേപവുമില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ പേർക്കും അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്ത് ചെയ്തതെന്താ? അതിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങി അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, കരിമ്പട്ടികയിൽപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലുമായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ്. ഗവൺമെൻറ് അതിൽ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ നിയമ നടപടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കാലതാമസം ഉണ്ടാകും.
സാധാരണ നിലക്ക് അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ വിവിധ റോഡുകൾ പരിശോധിച്ചാൽ എന്തെങ്കിലും ചുവപ്പ് നാടയിൽ ഒരു റോഡ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. അവിടെ വർഷങ്ങളോളം കിടന്ന് അവിടെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം നിഷേധിക്കപ്പെടും. ഗവൺമെൻറ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല ചെയ്തത്. ആ നിലവിലുണ്ടായിട്ടുള്ള പോരായ്മകളെല്ലാം വെച്ചുകൊണ്ട് അവിടെ ആ നിലവിലുള്ള എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് 145 കോടി 21 ലക്ഷം രൂപ ജർമ്മൻ ബാങ്കിൻ്റെയും റീബിൽഡ് കേരളയുടെയും ഫണ്ടിൽ ഉൾപ്പെടുത്തി വകയിരുത്തി അതിൻ്റെ ടെൻഡർ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. 145 കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി ഗവൺമെൻറ് വകയിരുത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അടിയന്തരമായിട്ട് അതിൻ്റെ അകത്തൊക്കെ കിടക്കുന്നത്. നമുക്കൊരു വലിയ വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ചില കൊള്ളരുതായ്മക്കാർ ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ട് വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ വെള്ളൂരിൽ അണ്ടർപാത്തിൻ്റെ നിർമ്മാണം നടന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചത്. വെള്ളൂരിൽ അണ്ടർപാത്ത് നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നമുക്കറിയാം വണ്ടികൾ കടന്നു വരുമ്പോൾ ഗേറ്റട വലിയ ബുദ്ധിമുട്ട്. ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു, ക്രോസിംഗ് പിടിക്കുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു വെള്ളൂരിലെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് അണ്ടർപാത്ത് വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വലിയ ആശങ്കയും അതേപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി. താൽക്കാലികമായ ഒരു കുഴപ്പമുണ്ടായതിൻ്റെ ഭാഗമായി അങ്ങനെ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല നിലയ്ക്ക് ആ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രയാസം പരിഹരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നല്ല നിലയ്ക്ക് വന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അടിയന്തര സ്വഭാവത്തോടു കൂടി ഇത്രയും വലിയ ഫണ്ട് വെച്ചുകൊണ്ട് ഏത് ഗവൺമെൻറ്റാണ് ഇത്രയും വലിയ ഫണ്ട് ഈ നാടിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്? ഏത് ചരിത്രമുള്ളത്? ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നല്ലോ, UDF ഭരിച്ചിരുന്നല്ലോ. നയാ പൈസ വയ്ക്കാനായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? 145 കോടി രൂപയെ വെച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് ഗവൺമെൻറ് സത്വരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലയളവാണിത്. ഇവിടെ മറ്റു പല കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി 3 പ്രസിഡന്റുമാരാണ് നിലവിലുള്ളത്. അവർക്കെന്താ ആദ്യം വന്നവർക്ക് പ്രസിഡൻ്റായ കൊള്ളിയൽ? കേരളത്തിൽ വനിതാ സംവരണം 50% ഇവിടെ കോൺഗ്രസിൻ്റെയോ അതല്ലെങ്കിൽ സമരത്തിൻ്റെയോ ഒന്നും ഭാഗമായിട്ടല്ല. ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം അങ്ങനെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെയും നിരന്തരമായിട്ടുള്ള സമരങ്ങളുടെയും എല്ലാം ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് 50% സംവരണം, പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം ഇതെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരാൾ പുതുതായിട്ട് പഞ്ചായത്തിലേക്ക് മെമ്പറായിട്ട് വരുമ്പോൾ നീ മാറ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യത്തിലെല്ലാം നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകുന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. 3 പ്രസിഡന്റുമാർ മാറി വന്നപ്പോൾ എന്ത് ഭരണ കുഴപ്പമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നല്ല നിലയ്ക്കാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ബസ് സ്റ്റാൻഡാണല്ലേ പറഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞു, അതേക്കുറിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം ഈ റോഡിൻ്റെ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളോളം അവിടെ ബസ് കയറി ഇറങ്ങിയതാണ്. അതെന്തേ കാണാത്തെ? അതിനുശേഷം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ റോഡിൻ്റെ ഒരു കുഴപ്പവും റോഡിൻ്റെ ഒരു നിർമ്മാണത്തിലെ കുഴപ്പങ്ങളെല്ലാം മൂലം അത് അങ്ങോട്ടേക്ക് ബസ് പോകുന്നതിൻ്റെ അകത്ത് ചെറിയ കുഴപ്പങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. റോഡ് പണി പൂർത്തിയാകുന്നതോടുകൂടി അവിടെ മുഴുവൻ ബസ്സുകളും കയറി ഇറങ്ങുന്നതിലേക്ക് പോകാം. വികസനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിന്റെ വിമർശനങ്ങളും UDF-ഉം LDF-ഉം എല്ലാം പറഞ്ഞു. ഇപ്പോൾ ഷിബുകുട്ടൻ സംസാരിക്കുന്നു. എന്താണ് BJPക്ക് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണത്തെക്കുറിച്ച് പറയാം? എല്ലാവർക്കും നമസ്കാരം. BJPക്ക് ഇവിടുത്തെ പഞ്ചായത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള അർഹതയുള്ളൂ. കാരണം ഇവിടെ പ്രസംഗിച്ചു പോയ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കാലഘട്ടങ്ങളിൽ വെള്ളൂരിന് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ അവർ ഘോരം പ്രസംഗിച്ചത്. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു നോക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്, ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വെള്ളൂരിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ അധപ്പതിച്ച് കിടക്കുന്ന ഒരു പഞ്ചായത്ത് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത്രയ്ക്ക് മോശമായ അവസ്ഥയാണ്. ഏകദേശം ഒരു 4-5 പതിറ്റാണ്ടായിട്ട് ഈ വെള്ളൂർ പഞ്ചായത്തിനെ ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിച്ച് ഈ വെള്ളൂരിനെ ഈ അവസ്ഥയിലാക്കി. ഇപ്പോൾ റോഡിൻ്റെ കാര്യം നമ്മുടെ പാനലിസ്റ്റ് പറഞ്ഞ് 111.9 കോടി വകയിരുത്തി 2018 റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി വകയിരുത്തി ചന്തപ്പാലം വെള്ളൂർ മുളക്കുളം റോഡ്, ഈ കാണുന്ന റോഡ്
വിഭാവനം ചെയ്ത് ആ റോഡ് ഉദ്ഘാടന സമയത്ത് മന്ത്രിയും പുങ്കവന്മാരും എല്ലാവരും വന്ന് ആനയും അമ്പാരിയും കൊട്ടും മേളമൊക്കെ ആയിട്ട് ഇത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിപ്പോയതാണ്. ഇത് വർഷം 3 ഇതേ അവസ്ഥ. ഇതൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന വോട്ടർമാർ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ അവരോട് ചോദിക്കുകയാണ്. വീണ്ടും ഇവർക്ക് വോട്ട് കൊടുത്ത് വീണ്ടും ഈ പഞ്ചായത്തിൻ്റെ ഭരണം അവരുടെ കൈകളിൽ എത്തിച്ച് ഈ നാടിനെ അവികസിതമായ ഒരു നാടാക്കി മാറ്റുവാനാണോ നിങ്ങളുടെ ഭാവം എന്നാണ് എനിക്ക് പൊതുജനത്തോട് ചോദിക്കുവാനുള്ളത്. ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവർ സംബന്ധം കൂടി ഇന്ത്യ മുന്നണിയാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സഹപാനലിസ്റ്റ് പറഞ്ഞു ഇവിടെ അണ്ടർപാത്ത്. ഈ അണ്ടർപാത്ത് ഈ രീതിയിലാണ് ഒരു പഞ്ചായത്തിൻ്റെ മെയിൻ റോഡിലൂടെ കടന്നു പോയി ഒരു അണ്ടർപാത്ത് പണിയുന്നത്. ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ടോറസ് കഷ്ടി പോകുമ്പോൾ ആ സൈഡിൽ കൂടെ ഒരു ഫുട്പാത്ത് പോലും ഒരു ജനത്തിന് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ആ നിർമ്മാണത്തെപ്പറ്റി എന്താണ് അവസ്ഥ? നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ ഒരു പഠനം നടത്താതെ വികസനം കൊണ്ടുവരികയാണ്. വികസനത്തെ ആരും എതിർക്കുന്നില്ല. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുമായിട്ട് മാറാത്തത് മാറും, മാറ്റം ആവശ്യമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിക്കാൻ വരുന്നത്. BJP വെള്ളൂർ പഞ്ചായത്തിൽ പുതിയതല്ല, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ തന്നെയും ഈ വോട്ട് ബാങ്ക് ഇവരുടെ കൈകളിൽ കിടക്കുന്നത് കാരണം BJPക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു പദ്ധതികൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് നിലവിലുണ്ട്. അതൊക്കെ മാറി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായ 10 വാർഡുകളിലും 17 വാർഡുകളിലും ആ സ്ഥാനാർത്ഥികളെ നിർത്തി കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് വോട്ട് നേടി ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഇതല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കൈകളിലെത്തും. അതോടുകൂടി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളിൽ വെള്ളൂരും എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഈ ജനങ്ങളോട്. രണ്ടാമത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് കാര്യം പറഞ്ഞു. മാറി 2-3 മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മന്ത്രിമാരെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാം. മൊത്തം കുഴപ്പം എൻ്റെ സഹപാലന മൊത്തം കുഴപ്പമാണ്. സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് സ്റ്റാൻഡിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ ഒരു 7 or 8 ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ബസ് കയറ്റിയിടുന്ന ഒരു ഗ്രൗണ്ടായിട്ട് അതപ്പതിച്ചു പോയി ആ ബസ് സ്റ്റാൻഡ്. ഇല്ലെങ്കിൽ അതിന് മറുപടി പറയണം ഈ പഞ്ചായത്ത്. ഓരോ മെമ്പർമാരും ഓരോ പ്രസിഡന്റുമാരും അധികാരം കഴിയുമ്പോൾ അവർ വിളിച്ച് കാണിക്കും മന്ത്രിമാരെ. കേരളത്തിൽ കുറേ മന്ത്രിമാരുണ്ട്, ഒരു പണിയില്ലാത്തവരുകൾ കൊണ്ടുവന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. ഈ കഴിഞ്ഞ പ്രാവശ്യവും മന്ത്രി ആന്റണി രാജു വന്ന് ഉദ്ഘാടനം ചെയ്തു ഒരു ബസ് സ്റ്റാൻഡ് പോയി നിങ്ങളൊന്ന് പോയി നോക്ക് കണ്ടിട്ടില്ലെങ്കിൽ. കാരണം ആരും പോകത്തില്ല, ആ ബസ് സ്റ്റാൻഡ് ആരും യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. പിന്നെ KPPLൻ്റെ കാര്യം പറഞ്ഞു. KPPL എന്താണ് അവിടെ നടക്കുന്നത്? 1 ലക്ഷം ടൺ മെട്രിക് ടൺ പേപ്പർ ഉൽപ്പാദിപ്പിക്കേണ്ടടുത്ത് വെറും 62,000 ടൺ പേപ്പർ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവരും? 40,000 ടൺ കൽക്കരി വേണം അവിടെ ഒരു വർഷം ആ പ്ലാന്റ് ഓടിക്കാനായിട്ട്. 40,000 ടൺ തടി വേണം. അതുപോലെ 1 ലക്ഷം ലിറ്റർ വെള്ളം വേണം. 6 ലക്ഷത്തോളം അടുത്ത് യൂണിറ്റ് വൈദ്യുതി വേണം. ഇത്രയും കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാതെ എങ്ങനെ ആ പേപ്പർ പ്ലാന്റ് ഓടിക്കും? ഇപ്പോൾ പുകയില്ല, ചെന്ന് നോക്കിയാൽ പുകയൊന്നുമില്ല. ചൂട്ടുമടലൊക്കെ കത്തിച്ചുകൊണ്ട് ആ കുഴൽ വഴി കുറേ പുക വിടുന്നതല്ലാണ്ട് അവിടെ ഒരു പരിപാടി കാര്യമായിട്ട് നടക്കുന്നില്ല. മൊത്തം വികസനം ഇവർ പറയുമ്പോൾ അത് പ്രൈവറ്റ് മേഖലയ്ക്കോ അല്ലെങ്കിൽ ഇനി അത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് പ്രൈവറ്റ് മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. കാര്യക്ഷമമായിട്ട് ആ ഫാക്ടറി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത്. മൂർക്കാട്ടിപ്പടി വെള്ളൂരിൽ എന്നുള്ള റോഡ്, ഈ റോഡ് അന്ന് ആ കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് എത്രയും മനോഹരമായ റോഡുണ്ടായിരുന്നു അവിടെ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അതല്ല ഇന്നും ആ പേപ്പർ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. യൂക്കാലി മരങ്ങൾ മറ്റുള്ള ഇതുപോലുള്ള ജലാംശം നഷ്ടപ്പെടുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രകാരം അതിലേക്ക് ഇനി അത് മുന്നോട്ട് പോകത്തില്ല. നമുക്കത് എയിംസിന് കൊടുക്കാമായിരുന്നു. 700 ഏക്കറോളം സ്ഥലമുള്ള എയിംസിന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഇവർ തപ്പി നടക്കുകയെന്ന് പറഞ്ഞു. സ്ഥലമില്ലെന്നാണ് പറഞ്ഞത്. അവസാനം കിനാലൂർ ഒരു മനുഷ്യനെ പോലും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാതെ ഒരു സാഹചര്യമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു എയിംസിന് വേണ്ട, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ട എല്ലാ അനുകൂല ഘടകങ്ങളും നിൽക്കുന്ന ഒരു വെള്ളൂർ പഞ്ചായത്തിലെ നമ്മുടെ കമ്പനിയുടെ സ്ഥലം, HNLൻ്റെ സ്ഥലം എന്തുകൊണ്ട് ഒരു 200 ഏക്കർ കൊടുത്തുകൂടാ? KPPLനെ പറ്റി പറയുന്നു, KRLനെ പറ്റി പറയുന്നു. ഈ KRL വന്നതോടുകൂടെ ഈ റോഡിന് മുഴുവൻ ഓടകളിലെല്ലാം മലിനജലം കെട്ടിക്കിടക്കുക. ഒച്ചിൻ്റെ ശല്യം വേറെ. 5-10 വാർഡുകൾ അവിടുത്തെ ആൾക്കാർ പലായനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ ഇനി പൊതുജനങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. പൊതുജനങ്ങളിലേക്ക് പോയിട്ട് വരാം. ആർക്കാണ് ചോദ്യം, ആരോടാണ് ചോദ്യം എന്ന് പറയുന്നിട്ട് ചോദ്യം ചോദിക്കാം. പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം.
നമ്മുടെ ഈ സമീപ പഞ്ചായത്തുകളായ ഇടക്കാട്ടുവയൽ പഞ്ചായത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ് ബഹുമാന്യയായ ശ്രീമതി സോണിയ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ ആ പഞ്ചായത്തിന് കൊടുക്കുന്നത് പോലെയുള്ള ഫണ്ട് തന്നെയാണ് കേരള സർക്കാർ ഇവിടെയും കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ സഞ്ചരിച്ച് തൊട്ടപ്പുറത്ത് ഉള്ള ഈ ആമ്പല്ലൂർ പഞ്ചായത്തും ഇടക്കാട്ടുവയൽ പഞ്ചായത്തും ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഈ പഞ്ചായത്തിൽ തകർന്നു കിടക്കുന്നത് പോലുള്ള ഏതെങ്കിലും ഒരു വഴി ഈ പറഞ്ഞ രണ്ട് പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകളായതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പഞ്ചായത്തിനെ കുറിച്ചും പറഞ്ഞത്. ഇടക്കാട്ടുവയൽ പഞ്ചായത്തിലും ആമ്പല്ലൂർ പഞ്ചായത്തിലും ഈ വെള്ളൂരിൽ തകർന്നു കിടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു റോഡ് തകർന്നു കിടക്കുന്നുണ്ടോ എന്ന് ഒന്ന് പ്രസിഡന്റ് അതിനൊരു മറുപടി പറയണം. ഇവിടെ CPMൻ്റെ പ്രതിനിധി ചില സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് UDFൻ്റെ നേതാവിനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭരണസിരാ കേന്ദ്രമായ വെള്ളൂരിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ പഞ്ചായത്തിലേക്ക് വരണമെങ്കിലോ സുഗമമായി സഞ്ചരിക്കുവാനൊരു റോഡില്ല. ഇന്നലെയും നമ്മുടെ വെല്ലിലുത്തുകാവ് ക്ഷേത്രത്തിന് സമീപം പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ഒരു കുടുംബത്തിൻ്റെ വാഹനം അപകടത്തിലായിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള ഒരു മരണം തന്നെ ഈ റോഡിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും നിരവധി ആളുകൾ അറിഞ്ഞും അറിയാതെയും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സെറ്റിൽമെൻറ്റ് കോളനിയായ ഇറുമ്പയത്ത്, ആ ഇറുമ്പയത്തെ ജനങ്ങൾ വെള്ളൂർ റെയിൽവേ സ്റ്റേഷനെയും ഈ ഭരണസിരാകേന്ദ്രം, വില്ലേജ് ഓഫീസടക്കം, പഞ്ചായത്ത് ഓഫീസടക്കം, ബാങ്ക് അടക്കമുള്ള വെള്ളൂരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏത് വഴി വരണമെന്ന് ഒന്ന് പ്രസിഡന്റ് പറഞ്ഞു തരണം. ഇവിടെ KPPLൻ്റെ വക സ്ഥലത്തുകൂടിയാണ് വെള്ളൂരിലേക്കുള്ള ഒരു പ്രധാന റോഡ്. ആ റോഡ് വഴി സഞ്ചരിക്കുവാൻ മാർഗമില്ല. KPPLൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡ് വഴി സഞ്ചരിക്കുവാൻ മാർഗമില്ല. അപ്പോൾ പറയും അതിന് ഫണ്ട് വയ്ക്കുവാൻ പഞ്ചായത്തിന് സാധിക്കില്ല എന്ന്. മറുപടി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. എനിക്ക് തോന്നുന്നത് ചേട്ടൻ എടക്കാട്ടുവയലിൻ്റെ എല്ലാ ഭാഗത്തുകൂടും സഞ്ചരിച്ചിട്ടില്ലെന്നാണ്. എടക്കാട്ടുവയലിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഞാനാണ്. എൻ്റെ അപ്പുറത്തെ വീട് എടക്കാട്ടുവയൽ പഞ്ചായത്താണ്. ചേട്ടൻ ഈ തൊട്ടൂരിന്ന് ആ ആറ്റുതീരം പാർക്ക് വരെ ഒന്ന് പോയി നോക്ക്. അപ്പോൾ ആ എടക്കാട്ടുവയലിൻ്റെ റോഡിൻ്റെ മേന്മ ചേട്ടന് മനസ്സിലാകും. കാരണം എടക്കാട്ടുവയൽ പഞ്ചായത്തിൽ പെടുന്ന ഭാഗമാണ് തൊട്ടൂരിൽ നിന്ന് ആറ്റുതീരം പാർക്ക് വരെ. അതുപോലെ തന്നെ വാർഡിൻ്റെ മെയിൻ റോഡിൽ കൂടി മാത്രമല്ല വെള്ളൂർ പഞ്ചായത്തിലുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്നത്.
വാർഡിനകത്തുകൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ വർഷം 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് നടന്നു. അതെന്ത് ആ റോഡിൻ്റെ വികസനം ചേട്ടൻ കാണാതെ പോയത്? ഈ മെയിൻ റോഡിൻ്റെ കാര്യം ഇപ്പം 3-4 പ്രാവശ്യം LDFിൻ്റെ കൺവീനർ ഉൾപ്പെടെ ഇവിടെ കാര്യം പറഞ്ഞു. അത് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാകും എന്തുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടായതാണ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് വരുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ എടക്കാട്ട് വയലിനെയും തലയോലപ്പറമ്പിനെയും വെച്ച് നമ്മൾ കുറ്റത്തിന് മാത്രം കമ്പയർ ചെയ്താൽ പോരാ. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അവരുടെ ഫണ്ട് വിഹിതവും ആ ഫണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തനത് ഫണ്ടില്ലാത്ത ഒരു പഞ്ചായത്താണിത്. അപ്പോൾ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഏത് രീതിയിൽ വിനിയോഗിച്ച് വികസനം നടത്തണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ല ബോധ്യമുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രാമവികസനം നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ ഫണ്ട് വിഹിതത്തിൽ ചേട്ടൻ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ചേട്ടന് നോക്കാമല്ലോ, ചേട്ടൻ്റെ കൂടെയുള്ള മെമ്പർമാരോട് ചോദിക്കാം. KPPLൻ്റെ ടാക്സ് ഏത് അടിസ്ഥാനത്തിലാണ് വേണ്ടെന്ന് വച്ചിട്ടുണ്ടോ, അത് ഏത് അടിസ്ഥാനത്തിലാണ് വേണ്ടെന്ന് വെച്ചെന്ന് കൂടെ ഇരിക്കുന്ന മെമ്പറിനോട് ചോദിച്ചിട്ട് വേണമായിരുന്നു ആ ആക്ഷേപം ഉന്നയിക്കാനായിട്ട്. ആരോട് ചോദ്യം? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പഞ്ചായത്തിൽ തനത് ഫണ്ട് ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഏതാണ്ട് 12 വർഷക്കാലമായി നമ്മുടെ മൂവാറ്റുപുഴ ആറ്റിലെ മണൽ വാരിയിട്ട്, ഏതാണ്ട് 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എല്ലാ ആറ്റിലും മണൽ അടിഞ്ഞു കിടക്കുന്ന ആറുകളിലെ മണലെല്ലാം വാരും എന്നുള്ള ഒരു പ്രഖ്യാപനമെല്ലാം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഈ മൂവാറ്റുപുഴ ആറ്റിൽ മണൽ വാരി കഴിഞ്ഞാൽ പഞ്ചായത്തിന് വരുമാനം വരും. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടംപോലെ തൊഴിലാളികൾക്ക് കൂലി കിട്ടും. വീട് പണിയുന്നവർക്ക് പിന്നെ വിലക്കുറവ് രീതിയിൽ മണൽ ലഭ്യമാകുന്ന ഒരു സന്ദർഭം വിനിയോഗിക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്തപ്പാലം മുളക്കളം റോഡിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, ചന്തപ്പാലം മുളക്കളം റോഡ് അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ പണിത് വച്ചിരിക്കുന്നത്. കാരണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഓട വേണ്ടയിടത്ത് ഓടയില്ലാതെയും കൊതുകുകൾ വളരാനുള്ള സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനൊരു BMBC രീതിയിൽ ഈ റോഡ് പണിതിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു 30 കോടി രൂപയ്ക്ക് നല്ലൊരു റോഡ് നമുക്കിവിടെ സംജാതമാകുന്ന സ്ഥാനത്ത് അശാസ്ത്രീയമായ രീതിയിലൊരു ഇവിടെ പഠനം നടത്തിയതിൻ്റെ പേരിലാണ് നമുക്കിതുപോലെ റോഡ് ലഭിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്നുള്ള ഈ പഞ്ചായത്തിന് കിട്ടേണ്ട വരുമാനം നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖസത്യം നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഫണ്ട് നമ്മൾ ഇരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ജനറൽ വിഭാഗത്തിനൊക്കെ വീടുകൾക്ക് കൊടുത്ത് ഇത്തിരി സ്വന്തമായ ഒരു 10,000 രൂപയുടെ പെറ്റിവർക്ക് നടത്താൻ പോലും പണമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഈ പഞ്ചായത്ത് ഭരണസമിതി കയറി കഴിഞ്ഞപ്പോൾ 5 വർഷത്തിനിടയ്ക്ക് 6 സെക്രട്ടറി ഏതാണ്ട് ഇവിടുന്ന് പോയി. കാരണം സെക്രട്ടറിയും എയും ഇല്ലാത്ത ഒരു ഇത്തിരി കാലഘട്ടങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പരിഹാരമുണ്ടാക്കാനായിട്ട് ഈ ഭരണസമിതിയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ ഒരു വേണ്ട രീതിയിൽ എടുത്തു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇത്രമായ ഒരു 40 വർഷം പുറകിലേക്ക് വെള്ളൂർ പഞ്ചായത്ത് പോകില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ദുഃഖസത്യത്തോട് തന്നെ ഓർക്കാൻ കഴിയുള്ളൂ. ഈ ഇടതുപക്ഷ ജനാധിപത്യ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യം, ഈ സെക്രട്ടറി 6 60 ആയിക്കോട്ടെ, സെക്രട്ടറി ഒരു 10 വർഷം ഒരു സ്ഥലത്ത് സെക്രട്ടറി ഇരിക്കണമെന്ന് ആരാ നിർബന്ധം പറഞ്ഞത്? ഇതിങ്ങനെ ഒരു സർവീസ് ചട്ടങ്ങളുടെ ഭാഗമാണിതൊക്കെ. അതിൻ്റെ അകത്ത് ഒരു സെക്രട്ടറി ഉണ്ടല്ലോ, അങ്ങോട്ട് ചെന്ന് നോക്ക്. അവിടെ നിങ്ങൾ തൊട്ടപ്പുറത്തെ ഓഫീസല്ലേ, നിങ്ങൾ അവിടെ ചെന്ന് നോക്കാനേ. പഞ്ചായത്തിലേക്ക് നിങ്ങൾ കയറി നോക്കണം, അവിടെ സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിതേ തൊട്ടപ്പുറത്തെ ഓഫീസല്ലേ, അവിടെ സെക്രട്ടറി ഇല്ലേ പ്രസിഡന്റ്? അവിടെ സെക്രട്ടറി ഉണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെ AE ഉണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നല്ല നിലയ്ക്കാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൽ UDFിൻ്റെ പ്രതിനിധികൾ പഞ്ചായത്തിൽ പോകണം, പഞ്ചായത്തിൽ പോയി അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകണം. ഞാൻ പറയുന്നത് ഇവിടെ ഒരു അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചില്ല. എന്താ വസ്തുത? ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആക്ഷേപമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരാണ് ആദ്യമായി അതിനെ സംബന്ധിച്ചൊരു പത്രപ്രസ്താവന ഇറക്കിയത്. ഈ അംഗൻവാടി നിയമനം നടത്തിയത് ഒരു കുടുംബത്തിലെ 2 പേർക്ക് കിട്ടിയതിൻ്റെ അകത്ത് അന്യായമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രസ്താവന ആദ്യം മുമ്പോട്ട് വെച്ചത് UDF-ആണ്. അവരെന്തേ ഒരു വെള്ള പേപ്പർ മേടിച്ച് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് CDPOയുടെ ഓഫീസുണ്ട്, കളക്ടറുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനം, എന്തേ പരാതി കൊടുത്തില്ല? പരാതി കൊടുക്കണ്ടേ? ഒരു വീട്ടിലെ 1-ലധികം പേർക്ക് ഒരു അംഗൻവാടിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യോഗ്യതയുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ലെന്ന് ഏത് മാനദണ്ഡപ്രകാരം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നത്? അവിടെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. ആ പരിശോധന നടത്താതെ ഒരു വീട്ടിൽ 1-ലധികം പേർക്ക് ലഭിച്ചു, 2 വീട്ടിൽ 2 ആൾക്ക് ലഭിച്ചു എന്ന് പറയുന്ന തൊടിന്യായങ്ങളൊന്നും നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം. അതേപോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാർക്ക് പണിയുണ്ടോ ഇല്ലയോ ഒന്നും BJPയുടെ പ്രതിനിധി തീരുമാനിക്കേണ്ട.
BJPയോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എയിംസ് വെള്ളൂർ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു രാപ്പകൽ സമരം നടത്തി. നാണത്തിൻ്റെ ലേശമുണ്ടോ അവർക്ക്? ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കേന്ദ്രത്തിലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടല്ലോ, സവർണ ഫാസിസ്റ്റ് ചിന്താഗതികളുമായിട്ട് നടക്കുന്ന ആളാണ്. കേരളത്തിലെ മന്ത്രിമാരൊന്നും അങ്ങനെയുള്ള ഫാസിസ്റ്റ് ചിന്താഗതികളുമായിട്ട് നടക്കുന്ന അയാൾ വരുന്നതെന്ന് കാണണ്ടേ? അയാൾ വരുന്നത് എങ്ങനെയാ? ആനയും അമ്പാരിയുമായി രണ്ട് സൈഡിലും സ്ത്രീകളെ താലവുമായിട്ട് നിർത്തും. രണ്ട് സൈഡിലും സ്ത്രീകളെ താലവുമായിട്ട് നിർത്തി നടുക്ക് ഇങ്ങനെ വന്ന ഒരു വലിയൊരു പൗരപ്രമുഖനെ പോലെ വരുന്ന ഏറ്റവും തരം താന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു സിനിമാ നടൻ്റെ എല്ലാത്തരം അധപ്പതന രീതികളുമായിട്ടാണ് ഒരു സിനിമ കഥ പോലെയും താൻ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതിയിലുമാണ് അവർ. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, ആ എയിംസുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത എന്താ? കേരളത്തിന് എയിംസ് അനുവദിക്കാനായിട്ട് ഇത്രയും വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞോ? ഈ വെള്ളൂർ വെക്കണമെന്ന് പറയുമ്പോൾ ഈ വെള്ളൂർ എവിടെ? ഈ എയിംസ് അനുവദിച്ചിട്ടല്ലേ ഇത് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അതല്ലാതെ എയിംസ് അനുവദിക്കേണ്ട കേന്ദ്രം അത് അനുവദിക്കാതെ ഇവിടുത്തെ പാവപ്പെട്ട BJPക്കാരെ ഇളക്കി വിട്ട് വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലേ? സുരേഷ് ഗോപി പറഞ്ഞത് എന്താ? തൃശ്ശൂർ വെക്കണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ വെക്കണം, അല്ലെങ്കിൽ ഞാനിത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഈ ഞങ്ങൾ പറയുന്നത്, ഇവിടുത്തെ പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള BJPക്കാർ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഘോരഘോരം പ്രസംഗിക്കുകയല്ല. നിങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെല്ലണം, നിങ്ങൾ V മുരളീധരൻ്റെ അടുത്ത് ചെല്ലണം, നിങ്ങൾ MD രമേശിൻ്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് പറയണം, നിങ്ങൾ 3 പേരും ഒരു അഭിപ്രായ സമന്വയത്തിലെത്ത്, അതിനുശേഷം ഞങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾ അവിടെ ചോദിക്കാൻ തയ്യാറാണ്. ചോദ്യം ആരോടാണ്? എനിക്ക് BJPയുടെ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. അങ്ങ് ഇവിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, മറ്റേ KPPL കൊതുമ്പും ചൂട്ടുമടലൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കൊതുമ്പും ചൂട്ടുമടലും കത്തിച്ച് വെച്ച് ഏകദേശം 1,00,000 മെട്രിക് ടൺ പേപ്പർ ഇപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിച്ചു. കൽക്കരിയും മറ്റ് സംസ്കൃത വസ്തുക്കളുമായിട്ട് വെച്ച് കത്തിച്ച് ഉൽപ്പാദിപ്പിച്ചിരുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല? ഒരു എളിയ മറുപടി വേണം. രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത്, വെള്ളൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് 2ാം വാർഡിൽ, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, അവിടെ BJPക്ക് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? രണ്ടാമത്തെ എൻ്റെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം അങ്ങോട്ട് തന്നെയാണ്. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ഈ റെയിൽവേ സ്റ്റേഷനിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് കള്ളന്മാരെ നമുക്ക് പിടിക്കിയപ്പോൾ അവർ ഈ ട്രെയിനിൽ വന്നിറങ്ങി ഇവിടെ മോഷണം നടത്തി തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ടായി. ഈ മേവള്ളൂരിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരവാസികളെല്ലാം ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഭയങ്കര ഭയത്തിലാണ് കിടന്നുറങ്ങുന്നത്. കാരണം ഈ കള്ളന്മാർ വീണ്ടും അടുത്ത ട്രെയിനിൽ കയറി പോയാൽ പിന്നെ അവരെ പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷേ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് പല കള്ളന്മാരെയും അന്യ സംസ്ഥാനത്ത് വരെ പോയി അവർ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു RPFനെ ഡ്യൂട്ടിക്ക് ഇടാനായിട്ട് അങ്ങയുടെ പാർട്ടിക്ക് സാധിക്കുമോ? അങ്ങയുടെ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സുരക്ഷാ ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അത് വെക്കാനുള്ള ഒരു സജ്ജീകരണം. പിന്നീട് ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് തെരുവ് നായ്ക്കൾ അവിടെ കിടപ്പുണ്ട്. അത് മനുഷ്യൻ്റെ ജീവന് നിലവിൽ ഭീഷണി അല്ലെങ്കിൽ പോലും ഒരു ഭയത്തോടു കൂടിയാണ്. കാരണം പലരും ട്രെയിൻ കിട്ടാൻ വേണ്ടി ഓടിയൊക്കെ പോകുമ്പോൾ ആ നായ്ക്കളെ ചവിട്ടാനും കടിയേൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടി അങ്ങയുടെ ഭാഗത്ത് പറ്റുമോ? ഹലോ, എയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യം. എയിംസ് കേരളത്തിൽ വരണമെന്നാണ് നമ്മുടെ BJP ആഗ്രഹിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളിൽ ഭൂരിപക്ഷം സ്റ്റേറ്റുകളിൽ എയിംസ് രൂപീകൃതമായ അത് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ഈ എയിംസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഒരു ഓർഡർ കൊടുത്തിട്ട് നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ, ഒരു എയിംസിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം, ഒരു 200 ഏക്കർ കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ ആ നിമിഷം എയിംസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിന് എയിംസ് ഉണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയുള്ള സ്ഥലം തരുമെങ്കിൽ അവരൊന്ന് പഠനം നടത്തി എയിംസ് അവിടെ സ്ഥാപിക്കുന്നുള്ളത് ഉറപ്പുണ്ട്. വെള്ളൂരിലെ ഈ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും കിട്ടിയ ഒരു വിവരശേഖരമാണ് ഞാൻ പറഞ്ഞത്. ചൂട്ടും മടലും ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ആ പ്ലാന്റ് അടച്ചിട്ടേക്കുവാണ്. അത് വസ്തുതയാണ്. അപ്പോഴാണ് ഒരു പ്രതിനിധി സംശയം ചോദിക്കുന്നത്, ഓക്കെ താങ്കൾ അന്വേഷിക്കുക, ആ പ്ലാന്റ് സക്സസ് അല്ല, 1,00,000 ടൺ മെട്രിക് ടൺ പേപ്പർ ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
KPPL സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 3 വർഷത്തിനിടയിൽ 62,900 മെട്രിക് ടണ്ണേ അവിടെ പേപ്പർ ഉൽപ്പാദിച്ചിട്ടുള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലൊരു പ്രതീക്ഷ വേണ്ട സുഹൃത്തെ. അത് റോ മെറ്റീരിയൽ എത്തിക്കാനുള്ള ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. റോ മെറ്റീരിയൽ എത്തിക്കാൻ പറ്റത്തില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സർക്കുലറുണ്ട്, ഇതുപോലെ ജലാംശങ്ങൾ നഷ്ടപ്പെടുന്ന യൂക്കാലി, അക്കേഷ്യ പോലുള്ള മരങ്ങൾ രാജ്യത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കെ ഇനി നിങ്ങൾ എന്ത് പ്രതീക്ഷയാണ് അതിൽ കൊടുക്കുന്നത്? അതുകൊണ്ടാണ് അതുപോലെയുള്ള KPPL, KRL അതുപോലെയുള്ള തക്കട തകരികട പരിപാടിയൊക്കെ മാറ്റിയിട്ട് ആ സ്ഥലം ഇപ്പോൾ നമുക്കറിയാം. ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ ട്രെയിൻ സർവീസ് പിറവൻ റോഡ് സ്റ്റേഷൻ, അവിടെ നിന്ന് ആ ഫാക്ടറിയുടെ അകത്തേക്ക് ലൈൻ വലിച്ചിട്ടുണ്ട്. രണ്ടാമത് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏകദേശം ഒരു 40-50 കിലോമീറ്റർ. കൂടാതെ ഏറ്റവും അനുയോജ്യമായ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ജലം, മൂവാറ്റുപുഴയാറിലൂടെ ഒഴുകുന്ന ശുദ്ധമായ ജലം. പിന്നെ റോഡ് ഇപ്പോൾ കടുത്തുരുത്തി നെടുമ്പാശ്ശേരി റോഡുമായിട്ട് ലിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് ആ റോഡ് നിലനിൽക്കുക. പിന്നെ അങ്ങനെ നിരവധിയായ നമുക്കൊരു എയിംസിന് വേണ്ട എല്ലാ രീതിയിലും ഏറ്റവും ഞാൻ സൂചിപ്പിക്കപ്പെടാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി, ഒരു വികസനം വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള തിങ്ങി നിറഞ്ഞ ആൾക്കാർ അധിവസിക്കുന്ന ഒരു നാട്ടിൽ ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാതെ തന്നെ ഇത്രയും വലിയ ലോക ശ്രദ്ധയാർജിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ വരുവാനുള്ള അടിസ്ഥാന സൗകര്യമുണ്ട്. അടുത്ത ചോദ്യം ഏത് ചോദ്യത്തിനാണ്? റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി, അതായത് വെള്ളൂർ പഞ്ചായത്തിലെ 17 വാർഡുകളിലും BJPയുടെ താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുണ്ടെങ്കിൽ അവരുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ 17 വാർഡിലും BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉള്ള ഉറപ്പ് തരുന്നു. കൂടാതെ റെയിൽവേ സ്ഥാനാർത്ഥി പക്കയാണ്, അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെ പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പട്ടിയാണ്. പട്ടി കൊണ്ടുള്ള പ്രശ്നം നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പറിൽ അറിയാം. കൂടുതലായിട്ട് വെള്ളൂർ പഞ്ചായത്തിൽ പട്ടി കൂടുതലാണ്. മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചത് മോഷണം, അതായത് അന്യ സംസ്ഥാനത്ത് നിന്നും ആളുകൾ മോഷണം. അല്ല, ഒരു മിനിറ്റ് അവിടെ പറയട്ടെ. അല്ല, അത് കേൾക്കും. അങ്ങനെയൊന്നും പ്രകോപിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. BJPക്ക് ഇവിടെ പറയാനുള്ള വോയിസ് ഉള്ള പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം, നിങ്ങൾ പറയണം. 40 വർഷമായിട്ട് ഈ വെള്ളൂർ പഞ്ചായത്ത് ഈ രീതിയിൽ അവസ്ഥ എത്തിച്ചിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാദം ഉന്നയിക്കുന്നത്? താങ്കൾ ചോദ്യത്തിന്റെ മറുപടി പട്ടിയുടെ പ്രശ്നം പരിഹരിക്കുക. അതുപോലെ തന്നെ പോലീസിന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിന്റെ ഒരു ശ്രദ്ധ വരും. രണ്ടാമത് ക്യാമറ അല്ലേ, നിലവിൽ അത് അന്വേഷിക്കണം. നിലവിലുണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലാതെ നമുക്ക് ഓക്കെ ആക്കാം, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ആരോടാണ് ചോദ്യം? LDFന്റെ അതിനു മുമ്പ് 1-2 കാര്യം പറയാനുണ്ട്. ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയാകണം. നമ്മുടെ അംഗസംഖ്യ കണ്ടിട്ടൊന്നും വഴക്കുണ്ടാക്കരുത്. എന്തിനാ മുറ്റത്ത് കിടന്ന് വഴക്കുണ്ടാക്കണം? അപ്പോൾ സഭ്യമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമാണ് ഇവിടെ നമുക്ക് ആവശ്യം. തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് മര്യാദയ്ക്ക് വികസനം നല്ല രീതിയിൽ പോകണം. നിങ്ങളും ഞങ്ങളും എല്ലാം കഷ്ടപ്പെടും. BJPക്കാരനും കുട്ടിച്ചാട്ടിയല്ലേ പോണേ, നിങ്ങളും കുട്ടിച്ചാട്ടിയല്ലേ പോണേ. അപ്പോൾ ഒന്നാമത്തെ ഗംഭീരമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖല പുഷ്ടിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെള്ളൂർ പഞ്ചായത്തിലെ ആശുപത്രിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജർ പ്രസിഡൻറ്റ്, അദ്ദേഹത്തിനുണ്ടായ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നിങ്ങൾ പറഞ്ഞു 4 ഡോക്ടറുണ്ട്. ഈ 4 ഡോക്ടറുണ്ടെങ്കിൽ ആ 4 ഡോക്ടറും കൃത്യസമയത്ത് വരുന്നില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് വരുന്നു, തോന്നുന്ന സമയത്ത് ചീട്ടെഴുതുന്നു. ഈ ചീട്ടെഴുതി കൊടുത്താൽ 4 ഡോക്ടർ എഴുതിയാൽ ഒരു ഫാർമസിസ്റ്റാണ് ഒരു താൽക്കാലിക ജീവനക്കാരി ഉള്ളത്. ആ കുട്ടിയുടെ അവിടുത്തെ മരുന്നെടുത്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. അവിടെ പെർമനൻ്റ് ഒരു സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് എപ്പോഴും മറ്റേ മുറിക്കകത്ത്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ഫാർമസിസ്റ്റ് അകത്ത് കയറിയിരുന്ന് കുറിച്ചുകൊണ്ടിരിക്കുക. ഈ മരുന്നെടുത്ത് കൊടുക്കാൻ ആളില്ല. 3 ഡോക്ടർമാരുണ്ട്. ഈ 3 ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡോക്ടറെ കാണാനൊക്കെ ഉള്ളിൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾ ക്യൂ ആണ്. ഇത് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞോ എന്ന് ഞാൻ ഓർക്കുന്നില്ല വൃത്തിയായിട്ട്, അത് ഞാൻ തർക്കിക്കാനില്ല. എന്തായാലും ഞാനത് വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞു. അതിന് ശാശ്വതമായ പരിഹാരം കാണാം. അവിടെ നടന്നു ഇവിടെ നടന്നു എന്നല്ല ആവശ്യം. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അനവധി രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം അടിയന്തരമായിട്ട് കാണാം. അടുത്തത് ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എപ്പം അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ് ഗോപിയെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കും പറയാനറിയാം. സുരേഷ് ഗോപി കറുത്ത ഉടുപ്പ് കണ്ടാലോ കൊട കണ്ടാലോ ഒന്നും പേടിച്ചോടുന്ന ആളല്ല. താലമൊക്കെ ആക്കട്ടെ, അത് നിങ്ങളുടെയൊക്കെ ആവശ്യം. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് വഴി തെറ്റിച്ചും കൂടെ നിൽക്കുന്ന ആളുകളെ ഇളക്കി വിട്ടും ഇത് ഒരു ചർച്ച വഴിമാറ്റി വിടുകയല്ല വേണ്ടേ. ഇവിടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും നമുക്ക് നമ്മുടെ ഈ വികസനം ഇപ്പോൾ HNL വന്നെന്ന് പറഞ്ഞു. ഞാൻ HNL ജീവനക്കാരൻ.
അപ്പോൾ അവിടെ 38 വർഷം ജീവിച്ചിട്ട് 35% പൈസ തന്നിട്ട് നീ വീട്ടിൽ പോക്കളാണ് പറഞ്ഞത്. ആരാ പറഞ്ഞതോ? അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ. അല്ല നിക്ക്, നിങ്ങൾ ഇതിനിപ്പോൾ ഒച്ച വയ്ക്കണം, ഞാൻ പറയൂലേ. അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് ഇപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടാനുണ്ടെങ്കിൽ അതിൽ 350 രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് അല്ല അത് നിൽക്കട്ടെ, അത് പിന്നെ പറയും, അത് പറയും. അപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇവിടെ പുറത്തുനിന്നുള്ള ചോദ്യം, പുറത്തുനിന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ട ആളല്ല ഞാനല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ LDF-കാരനും UDF-കാരനും CIT-കാരനും INTC-കാരനൊക്കെ പണിയെടുത്തിട്ടുണ്ട്. ഈ പണിയെടുത്ത ഒരാൾ ഇവിടെ പറയട്ടെ. ഈ കമ്പനിയിൽ പണിയെടുത്ത ഒരാൾക്ക് ഇതേപോലെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ഇവിടെ ചെയ്യും. അല്ലാതെ അവിടെ നിന്ന് മറുപടി ഉണ്ടെന്ന് വെച്ച് മുട്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഗവൺമെൻറ് തരേണ്ടല്ലേ, ആ സ്ഥാപനം തരേണ്ട പൈസ. ഇപ്പോൾ വിശ്വൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ തെറ്റായിട്ട് ധരിപ്പിക്കാതെ നമുക്ക് നല്ല രീതിയിൽ പോകണം. ഇപ്പോൾ വെള്ളൂർ വികസിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കുക, കമ്പനി ഇവിടെ വന്നു. കമ്പനി വന്നിട്ട് നമുക്ക് എന്താ പ്രയോജനമുണ്ടായി? ഈ ആസ്പത്രി പോലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരു കിടത്തി ചികിത്സിക്കുന്ന ഒരു ആസ്പത്രി, നമുക്ക് ഈ HNL-ൻ്റെ വരുമാനം 100 കോടി രൂപ വരുമാനം ലാഭം ഉണ്ടായ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികൾ ഒന്നോടെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, ജനങ്ങൾക്ക് നന്മ വരുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം പറയാം. മറുപടി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും, കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. അങ്ങയോട് മുൻ HNL ജീവനക്കാരൻ കൂടിയായിരുന്നു അങ്ങയോട് പറയാനായിട്ടുള്ളത്. HNL-മായി ബന്ധപ്പെട്ട് HNL ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ HNL വിൽക്കാൻ വെച്ചിരുന്നതാണ്. HNL നഷ്ടത്തിലാണ് എന്ന് പെരുപ്പിച്ച് കണക്കുണ്ടാക്കി ആ സ്ഥാപനം വിൽക്കാനായിട്ട് 600 ഏക്കർ ഭൂമി അതിൻ്റെ ആ സ്വത്തിൽ കണ്ണ് നട്ടിട്ടുള്ള വമ്പൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനായിട്ടുള്ള താല്പര്യവുമായി നമ്മുടെ രാജ്യത്തെ BJP ഗവൺമെൻറ് മുമ്പോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങ് അവിടെ നിന്ന് റിട്ടയറായി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 300-ലധികം പാവപ്പെട്ട ചെറുപ്പക്കാരും അതേപോലെ തന്നെ അവിടെ ജോലി ലഭിച്ച് അവർ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടത്തിലേക്ക് ഈ കമ്പനി പൂട്ടിപ്പോകുമോ, ഈ കമ്പനി സ്വകാര്യവൽക്കരിക്കുമോ എന്ന ആശങ്കയുമായി കഴിഞ്ഞിരുന്ന നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥിരം ജീവനക്കാരവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ജീവിത സ്വപ്നങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ കമ്പനി ഏറ്റെടുത്ത് KPPL ആയതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണോ? ഇവിടെ സ്വകാര്യവൽക്കരിച്ചാൽ ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട പട്ടികജാതിക്കാർക്ക്, ഈ പാവപ്പെട്ട പട്ടികവർഗക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ സംവരണ പ്രകാരം അവിടെ ജോലി ലഭിക്കുമായിരുന്നോ?
അവിടെ ഒരു സ്വകാര്യ മാനേജ്മെൻറ്റ് അവിടെ ആ കമ്പനിയുടെ ഭരണം ഏറ്റെടുത്താൽ അവർക്ക് തോന്നിയ ആൾക്കാരെ അവർ നിയമിക്കും. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള സ്ഥിതി എന്ന പ്രധാനപ്പെട്ട IT കമ്പനികളെല്ലാം വലിയ ജോലിഭാരം കൊണ്ട് അവിടുത്തെ തൊഴിലാളികളും അവിടെ ജോലി ചെയ്യുന്നവരും ആത്മഹത്യ ചെയ്യുക സ്വകാര്യ കമ്പനികളുടെ കീഴിൽ. അത് ആ ഒരു രീതിയിലേക്ക് പോകാതെ ഇവിടെ ഗവൺമെൻറ് സംവിധാനത്തിൽ അവിടെ സംവരണം ഉറപ്പുവരുത്തി തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള വേതനം ഉറപ്പുവരുത്തി അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു. ആരോഗ്യ മേഖലയുടെ ഒരു പ്രശ്നം എന്താ? ആരോഗ്യ മേഖലയിൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ആദ്യം പ്രാഥമിക പ്രൈമറി ഹെൽത്ത് സെൻ്ററായിരുന്നു വെള്ളൂർ ഗവൺമെൻറ് ആശുപത്രി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു 2020 വരെ. ആ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു നേഴ്സും അതേപോലെ തന്നെ ഫാർമസിസ്റ്റ് പോലും നേരത്തെ ഉണ്ടായിരുന്നില്ല. കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റിയതോടുകൂടി അവിടെ ഫാർമസിസ്റ്റ് വന്നു, അവിടെ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ ആ രൂപത്തിൽ കാര്യങ്ങൾ വരികയാണ്. അതിൻ്റെ അടുത്ത അപ്ഗ്രഡേഷൻ വളരെ താമസിയാതെ ഉണ്ടാകും. അതിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ നിന്ന് അടുത്ത അപ്ഗ്രഡേഷനിലേക്ക് വരുമ്പോൾ അവിടെ അനുബന്ധമായിട്ടുള്ള കിടത്തി ചികിത്സ അടക്കമുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ പ്രാഥമിക ഈ വെള്ളൂർ ആശുപത്രി മാറാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ചോദ്യം. അല്ല, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് ആ ഫാർമസിസ്റ്റിന്റെ കാര്യം ശരിയാക്കണം. കാരണം അദ്ദേഹം ചെന്നപ്പോൾ ഫാർമസിസ്റ്റിന് ഒരു ബുദ്ധിമുട്ട് എന്നാണെന്നറിയോ, അത് ഈ നമുക്ക് അതിൻ്റെ അകത്ത് അപ്ഗ്രഡേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തസ്തികകൾ കൂടുതൽ വരും. അവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. ഒരു ഫാർമസിസ്റ്റ് അല്ല കേട്ടോ, അത് തെറ്റിപ്പോയതാ. 2 ഫാർമസിസ്റ്റ് നിലവിലുണ്ട്. നേരത്തെയൊക്കെ വെച്ചാൽ ആർക്കും മരുന്നെടുത്ത് കൊടുക്കായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഫാർമസിസ്റ്റിന് മാത്രമേ മരുന്നെടുത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യ കേരളം വെന്റിലേറ്ററില്ല, സംസ്ഥാന വ്യാപകമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ആരോഗ്യ കേരളം വെന്റിലേറ്ററില്ല. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇവിടെ നമുക്ക് പ്രാദേശികമായി പറഞ്ഞതിനൊരു മറുപടി പറയാം. ഈ ആരോഗ്യ കേരളം ഇവിടെ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ സംശയമില്ല. നമുക്ക് പാലക്കാട് ഒരു കുട്ടിയുടെ അത് ഞാൻ പറഞ്ഞിട്ട് പറയാം. പാലക്കാട് നിങ്ങളൊക്കെ രാഷ്ട്രീയ അഖിലേന്ത്യാ രാഷ്ട്രീയം പറഞ്ഞല്ലോ, ഞങ്ങൾക്കും പറയാൻ അറിയാം അഖിലേന്ത്യാ രാഷ്ട്രീയം. നമുക്കിവിടെ വികസനം വേണ്ടത് പ്രാദേശികമായ പ്രാദേശികമായ ചർച്ചയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനും നിങ്ങൾ അതുമല്ല പറയേണ്ടത്. ഇവിടെ പ്രാദേശികമായ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ 55 ലക്ഷം രൂപ ഈ സഹകരണ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചേക്കുക. ഞാൻ കരം കൊടുത്ത പൈസയാ എവിടെയുണ്ട്? ആരുടെ കാലത്താണെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം നോക്കുന്നുണ്ടോ? കാലത്തല്ലല്ലോ, ഈ ആരുടെ കാലത്തെന്നുള്ള പ്രശ്നം അല്ല, LDFന്റെ കാലത്തായിട്ടത്. ആരുടെ കാലത്തല്ല, നിങ്ങൾ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം വേണം. 55 ലക്ഷം രൂപ ഇവിടെ HNL കാര്യത്തെക്കുറിച്ച് ഓരോ സംസാരിച്ചു. HNL നികുതി ടാക്സ് വേണ്ടെന്ന് പറഞ്ഞു. ആരാ ഉത്തരവാദി? പഞ്ചായത്താണ് ഉത്തരവാദി. പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയണം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷിയെ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയണം. ടാക്സ് 1 കോടി രൂപയിൽ പരം ടാക്സ് കിട്ടിക്കൊണ്ടിരുന്നതാ. അത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ പിന്നെ വേറെ കാര്യം ചെയ്യട്ടെ. ഇവിടെ എയിംസിനെ കുറിച്ച് പഞ്ചായത്ത് നിലപാട് എന്താ? എയിംസ് നമ്മുടെ വെള്ളൂരിൽ വേണോ വേണ്ടയോ? ഈ പഞ്ചായത്ത് എന്തെല്ലാം പ്രവർത്തികൾ ചെയ്ത് എയിംസ് വെള്ളൂരിൽ വരുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോടാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് UDFന്റെ പ്രതിനിധിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഫെഡറൽ സംവിധാനം അനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന വിഹിതം ഈ 10 വർഷക്കാലം വേണ്ട രീതിയിൽ കേരളത്തിന് കിട്ടുന്നില്ല. വിഴിഞ്ഞം തുറമുഖമായാലും ദേശീയപാത റോഡായാലും ഏതിനും കിട്ടുന്നില്ല, ഒരു കാര്യത്തിനും കിട്ടുന്നില്ല. ആ കാര്യം അതെന്തുകൊണ്ടാണെന്നുള്ളത് BJP പ്രതിനിധി ഒന്ന് പറയണം. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം നമുക്ക് അവകാശപ്പെട്ടതല്ലേ, ഔദാര്യമൊന്നുമല്ലല്ലോ. ഔദാര്യമല്ല, നമ്മൾ കൊടുക്കുന്ന GSTയിൽ നിന്ന് തിരിച്ച് നമുക്ക് കിട്ടേണ്ടുന്ന പൈസയാണ്. അത് എന്തുകൊണ്ട് കേരളത്തിന് തരുന്നില്ല എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം പറയണം. പിന്നെ എയിംസിന് ഘോരം ഇവിടെ സംസാരിച്ചു. UDF പ്രതിനിധിയും BJP പ്രതിനിധിയും ഇത് ഈ വെള്ളൂര് കൊണ്ടുവരുന്നതിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിയമസഭയിൽ P. രാജീവ് പറഞ്ഞതിനും ഇവിടെ നോട്ടീസൊക്കെ കണ്ടു. പക്ഷേ ഇതൊരു വ്യവസായ മേഖലയെ അനുവദിച്ച സ്ഥലമാണ്. പിന്നെ ഇവിടെ ഈ വെള്ളൂര് ഇത് കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷത്തിനാണോ എതിര്? എയിംസ് വെള്ളൂർ വരുന്നതിന് ഇടതുപക്ഷത്തിനാണോ എതിര്? UDF ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരം നടത്തിയല്ലോ.
ഉപവാസ സമരം നടത്തി, BJP ഇവിടെ രാപകൽ സമരം നടത്തി. ഈ BJPയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഇത് കേരളത്തിൽ വരാതിരിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെ. ഇത് ഈ ഭരണകാലത്ത് കേരളത്തിൽ ഇവിടെ ഇപ്പം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കാലത്ത് നിങ്ങളിത് തരില്ല എന്ന് തന്നെയാണോ? എയിംസ് ആദ്യം നിങ്ങളിവിടെ അനുവദിക്ക്, എന്നിട്ട് നമുക്ക് വെള്ളൂർ വേണോ കിനാലൂർ വേണോ എവിടെ വേണോ എന്നുള്ളത് തീരുമാനിക്കാം. ഈ അവഗണന അവസാനിപ്പിക്കണം. ഇതിനെ സംബന്ധിച്ച് UDFന്റെ കോൺഗ്രസിന്റെ അഭിപ്രായം പറയും. ഹലോ, എയിംസ് കേരളത്തിൽ വരിക തന്നെ ചെയ്യും. അത് കേന്ദ്ര സർക്കാർ ഉള്ള എയിംസിന് വേണ്ട, ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലത്ത് എയിംസ് വരും. നിങ്ങൾ കാണിച്ച ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ പിണറായി സർക്കാർ കാണിച്ചേക്കുന്നത് കിനാലൂരാണ്. അവിടെ 100 ഏക്കറേ ഉള്ളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ 100 ഏക്കറും പ്ലസ് 150 ഏക്കർ പ്ലസ് ഒരു 50 ഏക്കർ ചുറ്റും അക്വയർ ചെയ്തുകൊണ്ട് അവിടെ എയിംസിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കൃത്യമായ പേപ്പർ പോയി കഴിഞ്ഞാൽ അവിടെ പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ വാദിക്കുന്ന വെച്ചാൽ നമ്മളിവിടുത്തെ വെള്ളൂർ പഞ്ചായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വെള്ളൂർ പഞ്ചായത്തിൽ ഇത്ര അടിസ്ഥാന സൗകര്യങ്ങളുള്ള എയിംസിന് വേണ്ടി പറ്റിയ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങളത് പറ. ഈ എയിംസിന് വേണ്ട 3, 4, 5, 6 മാനദണ്ഡങ്ങൾ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കൂടി ഒഴിപ്പിക്കണോ? നിങ്ങളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ നിയമസഭയിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് എയിംസ് മാറി പോകുന്നത്. എയിംസ് ഒക്കെ വരും ചങ്ങാതി, എയിംസ് വരും എല്ലാ സ്റ്റേറ്റ് കൊല്ലത്താരെങ്കിലും അങ്ങനെ പലരും പറയും. ഒരു BJP-കാരൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ എല്ലാവർക്കും എല്ലാ BJP-കാരനും അവകാശപ്പെടാം എയിംസ് വരണം അവൻ്റെ ജില്ലയിൽ. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ച പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, UDFന്റെ നയം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും എയിംസ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് വെള്ളൂരാണ്. അതാണ് UDFന്റെ നയം. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഈ UDFന്റെ കുറുക്കൻ്റെ സന്തതികൾ ആരൊക്കെ കൂവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് UDFന്റെ നയം. UDFന്റെ നയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും എയിംസ് വരാൻ പറ്റിയ സ്ഥലം വെള്ളൂരാ. അവിടെ റെയിൽവേ സൗകര്യമുണ്ട്, അവിടെ ജലഗതാഗത വകുപ്പിൻ്റെ ഉണ്ട്. അതെ, അല്ലല്ല നിങ്ങൾ ഇവരോട് ചോദ്യം ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ ഇവരോട് ചോദ്യം ചോദിര്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും ഒത്തുകളിയാ ഇവിടെ സംഭവിക്കുന്നത്. അതെ, ഇവിടെ BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒത്തുകളിയാ. അതുകൊണ്ടാണ് ഈ കോഴിക്കോടും ആലപ്പുഴയും തൃശ്ശൂരും എല്ലാം പരിഗണിക്കുന്നതിൻ്റെ കാര്യം ഇതാ. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എയിംസ് ഈ വെള്ളൂർ വരണം, അത് അത്യാവശ്യമാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടുത്തെ വികസനം തിരിച്ചുവിടാമെന്ന് ചോദിക്കട്ടെ. ഞാൻ BJP പ്രതി ഒരു കാര്യം പറഞ്ഞു, നരേന്ദ്രമോദിയുടെ വികസനത്തെക്കുറിച്ച് എനിക്കൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാറുണ്ട്. വെള്ളൂർ നടത്തിയത് നമ്മളെല്ലാം റബ്ബർ പാർക്കിൻ്റെ അതിലെ കൂടി നെടുമ്പയത്തെ ആളുകൾ കടന്നു പോകുന്ന ഒരു കല്ലുവേലി അണ്ടർപാസ് ഉണ്ട്. ഈ കല്ലുവേലി അണ്ടർപാസ് റെയിൽവേ പണിതാണ്. അതിൽ എൻ്റെ പ്രിയപ്പെട്ട BJP സുഹൃത്തുക്കളോട്, നരേന്ദ്രമോദിയുടെ വികസനം പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുക, അതിലെ ഒന്ന് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുമോ? മഴക്കാലമായാൽ ഇപ്പോഴത്തെയും വെള്ളമാണ്. എന്ത് വികസനമാണ് അവിടെ നടത്തിയത്? ലക്ഷങ്ങൾ മുടക്കിയല്ലേ അവിടെ ആ അണ്ടർപാത്ത് റെയിൽവേ പണിതത്? ആള് മുങ്ങിപ്പോകുന്ന രീതിയിലല്ലേ BJP പ്രതിനിധികൾക്ക് നിങ്ങൾ കണ്ടില്ലേ? എന്ത് പറയാനുണ്ട്? ചോദ്യം ആരോടാണ്? LAപ്പിനോട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഈ എയിംസിനെ കുറിച്ച് ഇവിടെ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും ശരിയല്ല. അതായത് 2021 അമ്പലമുകളിൽ പുതിയതായി സ്ഥാപിച്ച ഒരു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവിടെ വെച്ച് അനൗൺസ് ചെയ്തതാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുക, നിങ്ങൾ 200 ഏക്കർ സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. ഇന്നേ വരെ ഈ സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. കിനാലൂർ എന്ന് പറയുന്ന താമരശ്ശേരി വില്ലേജിൽ കിനാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 150 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടായ സാഹചര്യം ഞാനടക്കം പിറവത്ത് പ്രവർത്തിക്കുന്ന RTI ഫോറം എന്ന് പറയുന്ന ഫോറമുണ്ട്. ആ ഫോറത്തിൻ്റെ ഞങ്ങൾ 9 പേര് ചേർന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പൊതു താൽപ്പര്യ ഹർജിക്ക് ഒരു ഇടക്കാല വിധി ഉണ്ടായിട്ടുണ്ട്. ആ വിധി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളൂർ സ്ഥാപിക്കണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്,
വെള്ളൂരിനെ കൂടി ഉൾപ്പെടുത്തണം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് എയിംസിൻ്റെ നോംസ് അനുസരിച്ച് 4 സ്ഥലം സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കണം. അതിൽ ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് മാത്രമേ എയിംസ് തിരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ അത് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. കിനാരൂരിൽ 150 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. പിന്നെ എന്നാ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 5 ലക്ഷം രൂപ അനുവദിച്ച് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. CK ആശ MLA കഴിഞ്ഞ ദിവസം സബ്മിഷൻ ഉന്നയിച്ചു. അതിന് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി ഒരു പൈസ പോലും അവിടെ ചെലവഴിക്കാൻ പറ്റില്ല. നെയിംസിൻ്റെ നോംസ് അനുസരിച്ച് 3 സ്ഥലമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പൈസ പോലും മുടക്കാൻ പാടില്ല എന്ന് താക്കീത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എയിംസ് സ്ഥാപിക്കണമെങ്കിൽ ഈ മധ്യ കേരളത്തിൽ ഏറ്റവും സ്യൂട്ടബിളായ സ്ഥലം ഈ വെള്ളൂർ തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ട. LDFന് എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത്? എയിംസിൻ്റെ കാര്യത്തിൽ ഈ ആൾക്കാർ ഈ UDFും അതേപോലെ തന്നെ BJPയും കുരുടൻ ആനയെ കണ്ടതുപോലെയാണ്. കാരണം എന്താ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, എയിംസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചരിത്ര നാൾ വഴി നമ്മൾ പരിശോധിക്കണം. കേരളത്തിലെ ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് 4 സ്ഥലങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ നിർദ്ദേശം വെച്ചത്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥലമായിട്ട് നിജപ്പെടുത്തണം. ആ നിജപ്പെടുത്തി അതിൻ്റെ ക്രമീകരണങ്ങളുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് തൃശ്ശൂർ MP-യും അതേപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള BJPയുടെ വലിയ നേതാവാണല്ലോ. വലിയ നേതാവല്ലെന്ന് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നു സുരേഷ് ഗോപി ചെറിയ ആളാണ്, ഞങ്ങളുടെ വലിയ കാര്യമൊന്നുമില്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള സമീപനമാണ് BJPക്ക്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അയാൾ നമ്മുടെ രാജ്യത്തെ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. അയാൾ പറഞ്ഞതെന്താ? അയാൾ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ വെക്കണം, അല്ലെങ്കിൽ ആലപ്പുഴ വെക്കണം, അല്ലെങ്കിൽ ഞാനിത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പറഞ്ഞതല്ലേ, അത് മാത്രമാണോ? ഇവിടെ BJPയുടെ നേതാവായിട്ടുള്ള V. മുരളീധരൻ എന്താ പറഞ്ഞത്? നെയ്യാറ്റിൻകരയെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ MD രമേശ് എന്താ പറഞ്ഞത്? കാസർഗോഡ് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. BJPക്ക് ഇതിൻ്റെ അകത്ത് ഒരഭിപ്രായവും ഇല്ലെന്ന് മാത്രമല്ല, അവർ കേരളത്തിലേക്ക് എയിംസ് തരാനും പോകുന്നില്ല. ഇവിടെ UDFുകാർ പറയുന്നത് പോലെ UDFിൻ്റെ അഭിപ്രായം വെള്ളൂരാണ് സ്ഥാപിക്കുന്നത്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. UDF ഒന്നും അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, VD സതീശൻ അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ഏതെങ്കിലും ഒരു വിഷയത്തിൽ, സർക്കാരിനെതിരായിട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ജനകീയ വിഷയത്തിൽ ഒരുമിച്ചൊരഭിപ്രായം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒത്തൊരുമയോടുകൂടി അഭിപ്രായം പറഞ്ഞ ഏതെങ്കിലും കാര്യമുണ്ടോ? ആ സമയത്താണ് വെള്ളൂരത്തെ UDF വെള്ളൂർ എയിംസ് വരും എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസ? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything.
Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care. God cures. ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോടും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ നാടിൻ്റെ വികസനം 40 കൊല്ലം പുറകോട്ട് പോയി എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ വികസന പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 10 കൊല്ലം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയാണ്. ബി ജെ പി പ്രതിനിധികൾ ഇവിടുത്തെ വെള്ളൂർ പഞ്ചായത്തിലെ ഓരോ ബി ജെ പിക്കാരും ഈ പൊതുസമൂഹത്തോട് പറയേണ്ടത് ഈ 10 കൊല്ലം കൊണ്ട് എന്താണ് നിങ്ങളുടെ ഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളൂരിന് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് നമുക്ക് നേരത്തെ അറിയാം. നേരത്തെ ഏതെങ്കിലും ഒരു തരത്തിലൊരു സഹമന്ത്രി ഉണ്ടായാലും കേരളത്തിൽ നിന്നല്ല പുറത്തു നിന്നാണെങ്കിൽ ഒരു സഹമന്ത്രി ഉൾപ്പെടുത്തി ഇവിടെ റെയിൽവേ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളാണ് നടത്തിയെന്ന അവകാശവാദമായി വരാറുണ്ട്. ഇങ്ങനെയുള്ള ഈ 10 കൊല്ലത്തിനിടയിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാവണം. പിന്നെ 2, യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രതികളോടാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ നാട് എപ്പോഴും നമ്മൾ നമ്മുടെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട് വികസിക്കണം, നമ്മുടെ നാട് വികസിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന് കേന്ദ്രം ഒരു ഈ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ യൂണിയനകത്തുള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട ന്യായമായ വിഹിതം അത് കിട്ടാതെ പിടിച്ചു വെക്കുന്നതിന് എതിരെ ഇപ്പോൾ അതിനെക്കുറിച്ച് ബി ജെ പി പ്രതിനിധിയോട് ചോദിക്കുമ്പോൾ യു ഡി എഫ് പ്രതിനിധിയുടെ വാക്ക് എന്ന് പറയുന്നത് അന്തർദേശീയ കാര്യങ്ങൾ, അന്തർദേശീയ കാര്യമല്ല, നമ്മളടക്കം ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഓരോ ആളുകൾക്കും അവകാശപ്പെട്ടതാണ് ആ പണം എന്നുള്ളത്. ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? അത് തന്നെ ആ നിലപാട് അല്ലെങ്കിൽ തരാതിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ നയത്തോട് യു ഡി എഫിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്. ഒന്ന്, എയിംസിൻ്റെ ഒരു കാര്യത്തിൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ എയിംസിൻ്റെ കാര്യം പറഞ്ഞു, ഇവിടെ അനുവദിക്കപ്പെട്ടു, അല്ല അത് പ്രഖ്യാപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അനുവദിക്കപ്പെട്ടത് എന്ന് പറയുന്നതിന് ഒരു രേഖ കേരളത്തിലെ ബി ജെ പിക്ക് ഈ വെള്ളൂരിലെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ യു ഡി എഫിൻ്റെ നയം വെള്ളൂർ കൊണ്ടുവരാണ്. ആദ്യം നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നയമെങ്കിലും ഒന്ന് പിന്തുടരാനുള്ള ഇത് കാണിക്കണം. നമ്മുടെ KC വേണുഗോപാൽ ആലപ്പുഴയ്ക്ക് തന്നെ കൊണ്ടുവന്ന സന്തോഷം എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അതിലെ ഒരു DCC ജനറൽ സെക്രട്ടറി വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ തീരുമാനം ഇവിടെയാണെന്ന് പറയാം. ഒരു കാര്യം നമ്മൾ ഒരു തീരുമാനം പറയുമ്പോൾ ആ നിലയ്ക്ക് തന്നെ പറയണ്ടേ? അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നടക്കുന്ന സ്വഭാവം അല്ലാതെ നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി വരുന്ന കാര്യത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞു. ഒരു കാലത്ത് അങ്ങ് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഫോട്ടോ വെച്ച് പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിൽ ഫോട്ടോ വെച്ച് പഞ്ചായത്ത് ഭരണം നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് യു ഡി എഫിന് ഈ 10 കൊല്ലവും ഭരണം കിട്ടാതെ പോയതെന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം യു ഡി എഫ് ആണോ പറയേണ്ടത്? ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ഫോട്ടോ വെച്ച് ആരും അങ്ങനെ ഭരണം നടത്തിയിട്ടില്ല. ഇവിടെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി സംസാരിക്കണമല്ലോ. പക്ഷേ അപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ അത് ആലങ്കാരികമായി രജീഷ് പറഞ്ഞ പോലെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികം അതിനകത്തൊന്നും ഒരു തർക്കമില്ല. അങ്ങോട്ടും ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വെള്ളൂരിലെ വികസനമാണ്. നമ്മൾ ഇവിടെ അഖിലേന്ത്യാ രാഷ്ട്രീയം പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞ് സുരേഷ് കുറുപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ വേറെ ആളുകൾ പറഞ്ഞ് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് വെള്ളൂരിൻ്റെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഭരിക്കുന്ന ഭരണസമിതി എന്താണ് കാഴ്ചവെച്ചിട്ടുള്ളത്? ഞാൻ യു ഡി എഫിൻ്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി തരാം. അതുപോലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ഇടതുപക്ഷ ഭരണസമിതിക്ക് കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് നിങ്ങൾക്ക് അക്കമിട്ട് നിരത്തുവാൻ കഴിയുമോ? ഞങ്ങളുടെ ഭരണകാലത്ത് നിരവധിയായ റോഡുകൾ, നിരവധിയായ പാലങ്ങൾ, നിരവധിയായ കുടിവെള്ള പദ്ധതികൾ നമുക്കറിയാം. വെളിയന്നൂർ കുടിവെള്ള പദ്ധതി ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. വെളിയന്നൂർ കുടിവെള്ള പദ്ധതി ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. തട്ടാവേരി പാലം ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാണ്. ചെറുകര പാലം ഈ വെള്ളൂരിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ചെറുകര പാലം. ആ ചെറുകര പാലം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വെള്ളൂരിലേക്ക് വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമുക്ക് വള്ളംകളിയുടെ ഇദ്ദേഹമൊക്കെ ഇരിക്കുന്ന പഴയ ആളാണ്. അദ്ദേഹം വള്ളംകളി നടന്നപ്പോൾ എത്ര ആളുകളാണ് മരിച്ചു വീണത് റെയിൽവേ പാലത്തെ കയറിയിരുന്ന്. അപ്പോൾ അന്ന് നമ്മളൊരു തീരുമാനമെടുത്തു. അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, കേരളം കോൺഗ്രസ് ഭരിക്കുന്നു. അന്ന് തീരുമാനമെടുത്തു ഇതിലെ ഒരു പാലം കൊണ്ടുവരും, ചെറുകര പാലം യാഥാർത്ഥ്യമാക്കുമെന്ന്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒന്ന് ഉദ്ഘാടനം ചെയ്ത കാര്യം നിങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കിതെല്ലാം അക്കമിട്ട് ആണയിട്ട് നിരത്താൻ കഴിയും. ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി HNL ആരാ കൊണ്ടുവന്നത്?
HNL ആരാ കൊണ്ടുവന്നത്? HNL കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു KPPL-ഉം റബ്ബർ പാർക്കും പറയുന്നു. ഈ റബ്ബർ പാർക്കിൽ ഇത്രയേറെ വികസനം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ അവിടെ നടത്തിയിട്ടുള്ളത്? ഒരു റോഡ് പണിതല്ലാതെ, ഒരു നിലവാരത്തിലുള്ള ഒരു റോഡ് പണിതല്ലാതെ, അവിടെ 2 കെട്ടിടങ്ങൾ പണിതല്ലാതെ എന്ത് വികസനമാണ് ഈ റബ്ബർ പാർക്കിന്റെ പേരിൽ അവിടെ നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു മണിക്കൂറാണ് സമയം. നമുക്ക് ഒന്നും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പോകാമെന്നുള്ള, അതുപോലെ തന്നെ ഈ റോഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എനിക്കറിയാൻ കഴിഞ്ഞത് സമയബന്ധിതമായി കോൺട്രാക്ടർക്ക് പൈസ കൊടുത്തിട്ടില്ലാത്തതിന്റെ പേരിലാണ് അയാൾ ഇട്ടേച്ചും പോയത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരു അവസരം കൂടി. ആണോ? ഹലോ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്. നമുക്ക് കേരള സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു ഇലക്ട്രിക് വണ്ടി അനുവദിച്ചു കൊടുത്തു. 5 വർഷമായി AEയുടെ ഓഫീസിൻ്റെ മുമ്പിൽ കിടന്ന് ബാറ്ററി നശിച്ചു പോയി. അത് ക്ലെയിം ചെയ്തിട്ട് അവർ 1 കിലോമീറ്റർ പോലും ഓടാത്ത വണ്ടി ആയതുകൊണ്ട് ക്ലെയിം പോലും കിട്ടാതെ സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ച്, അതുപോലെ തന്നെ ഇവിടുത്തെ മലിനീകരണ പ്രശ്നങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുക. അതുപോലെ ഈ തുമ്പൂർ മൊഴിയെക്കുറിച്ച് പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞില്ല. ഏറ്റവും ശുദ്ധമായി സ്മെല്ലില്ലാതെ വളമാക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്നും പറഞ്ഞ് അവതരിപ്പിച്ച ആ മോഡല് ഇതുവരെ ഒന്നും എന്തായാലും ദുർഗന്ധം വഹിച്ചു. പിന്നെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു വാർഡുകളിൽ വികസനം നടന്നത് അത് അത്യാവശ്യമാണ്. വാർഡുകളിൽ മാത്രമല്ല ജനങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്. കുറച്ച് 1-2 വഴികൾ ടാർ ചെയ്ത കാര്യമില്ല. വാർഡുകളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. നമ്മുടെ ഈ വെള്ളൂർ പഞ്ചായത്തിൻ്റെയും ഈ ടൗണും നോക്കിയാൽ കടകളെല്ലാം ദാരിദ്ര്യാവസ്ഥയിൽ, കടകൾ നടത്തുന്നവരും വ്യാപാരികൾ ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്നത് അതാരും ചർച്ച ചെയ്തില്ല. ഇവിടുത്തെ ഓട്ടോക്കാർക്ക് ഓട്ടമില്ല. നമ്മുടെ വികസനം വരേണ്ട മെയിൻ റോഡുകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള വ്യാപാരി സമൂഹം കടയടച്ചിട്ട് പൊടിയടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇവിടുത്തെ ഈ ഇറുമ്പയം മേഖലയിൽ 4 വാർഡുണ്ട്. അവർ പെരുവേല മുളക്കുളം പഞ്ചായത്തിലാണ് സാധനങ്ങൾ മേടിക്കുന്നത്, പച്ചക്കറി, മീൻ സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ പള്ളിപ്പടി മുതലുള്ളവരെല്ലാം തലയോലപ്പറമ്പിനാണ് പോകുന്നത്. മേവള്ളൂർ, ചന്ദ്രാമല മേലെയുള്ളവരെല്ലാം പെരുവേലേക്ക് പോകുന്നു. നേരെ പ്രസിഡന്റ് അടക്കം പോകുന്ന അരയങ്കാവിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വികസനവും നമ്മുടെ ജനങ്ങളും നമ്മുടെ വ്യാപാരികളും നമ്മുടെ ജനങ്ങൾ, അല്ലാണ്ട് വാർഡിലെ 3-4 വഴിയുണ്ട്. ഞാൻ 10 വർഷം പഞ്ചായത്ത് മെമ്പറായ, അതുകൊണ്ട് ആ കാര്യത്തിനും കൂടെ പഞ്ചായത്ത് വണ്ടിയുടെ കാര്യം ആദ്യം. വണ്ടി വന്നപ്പോൾ തന്നെ ആ വണ്ടിയുടെ എൻജിൻ കേടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോട്ടർ കേടായിരുന്നു. അപ്പോൾ ആ കമ്പനീനെ ഞങ്ങൾ വിളിച്ചിട്ട് അവർ പിന്നെ അതിന് റെസ്പോണ്ട് ചെയ്യാത്തത് കാരണം ആ കമ്പനിക്കെതിരെ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ കേസിലിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അത് കൊണ്ടുവന്ന അന്ന് തൊട്ടുള്ള വിഷയം അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാദേശികമായ വികസനം പഞ്ചായത്ത് എന്ത് ചെയ്തു, 10 വർഷം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സ്കൂള് 1 കോടി രൂപ നമ്മുടെ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡല്ലേ ഇറുമ്പയോ എന്ന് പറയണം, അവിടെ എത്ര രൂപയുടെ ഒരു സ്റ്റേഡിയമാണ് വന്നേക്കണത്, അത് ശ്രദ്ധിച്ചില്ലേ? സ്റ്റേഡിയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 കോടിയുടെ റോഡിൻ്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം നടന്നത്, അത് കണ്ടില്ലേ? ഒരു വാർഡിലേക്ക് തന്നെയാണ് 3.5 കോടിയുടെ സ്റ്റേഡിയവും 4.5 കോടിയുടെ റോഡും വന്നേക്കണം. അതൊന്നും കാണാതെ പ്രാദേശിക വികസനം നടന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ തുമ്പൂർ മൊഴി ഈ കടകളിൽ നിന്ന് തന്നെയാണ് സാധനം എടുക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ചകളിൽ മാത്രമാണ് ശകലം മണം വരുന്നതെന്ന് പറയുന്നത്. അത് വളമാക്കി വളം വിൽക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ചകൾ സ്വാഭാവികമായിട്ട് ഇറച്ചിയുടെയൊക്കെ ഒരു ഞായറാഴ്ച ഇച്ചിരി അമിതമായിട്ട് കിട്ടുന്നത് കൊണ്ട് തിങ്കളാഴ്ച രാവിലെ ശകലം വേണ്ട. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധമാണോ അവിടെ ഇല്ല. അത് നിങ്ങൾ വെറുതെ ആക്ഷേപം ഉന്നയിക്കുന്നതാണ്. അടുത്ത ചോദ്യം പ്രസിഡന്റിനോടാണ് 2 ചോദ്യമുള്ളത്. ഇപ്പോൾ നിർത്തിക്കൊള്ളാം പ്ലീസ്. രണ്ട് ചോദ്യമുള്ളത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടാണ് 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന് പറയാവുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. സാധാരണഗതിയിൽ ഈ വാർഡുകളിൽ 16-ാം വാർഡിലടക്കം, അവിടുത്തെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, 16-ാം വാർഡിൽ ഏതാണ്ട് 60 തൊഴിലിനങ്ങളാണ് സാധാരണഗതിയിൽ മാക്സിമം ഒരു തൊഴിലാളിക്ക് ലഭ്യമാകുന്നത്. ആ തൊഴിലുറപ്പ് മറ്റ് ഇടക്കാട്ടുവേൽ ആമ്പലൂർ പഞ്ചായത്തുകൾക്ക് 100 ദിവസം പൂർത്തിയാക്കി അവർക്ക് ബോണസായി 1000 രൂപയും അതോടൊപ്പം ഒരു ജോഡി ഡ്രസ്സും ആ പഞ്ചായത്തിൽ നിന്ന് കൈമാറുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്ത് പദ്ധതി സാധാരണഗതിയിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന അമ്മമാരും അതുപോലെ ആ പ്രായ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ആ ഒരു പ്രായ കാലഘട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കാര്യം കൂടെ. പിന്നെ നമ്മുടെ ഈ ആശുപത്രി വികസനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട LDF പ്രതിനിധി പറഞ്ഞു. നമുക്കൊരു ആശുപത്രി വികസനത്തിന് ആശുപത്രിയിൽ എന്തെല്ലാം വികസനം ഉണ്ടാക്കി വെച്ചാലും നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്ന റോഡുകൾ, നമ്മുടെ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇറുമ്പയം റോഡ്, അവിടെ നിന്ന് വരുന്ന റോഡുകൾ പ്രസിഡന്റ് അറിയാം. നമ്മുടെ ഈ പഞ്ചായത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡ്
ഒന്ന് പറയാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു റോഡ് നമുക്ക് സാമാന്യ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഈ പ്രസിഡന്റിൻ്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവിടുത്തെ ആളുകൾ കൂട്ടായ്മ, എല്ലാ ആളുകളുടെ ചെറുപ്പക്കാരുടെ ക്ലബിൻ്റെ ന്യൂ വോയിസോ ആ ക്ലബിൻ്റെ കൂട്ടായ്മയിൽ അവിടെ റോഡിൻ്റെ കുഴികൾ നികത്തി ഏതാണ്ട് 3 മാസമായില്ല ടാർ ചെയ്തിട്ട്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ വരുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇല്ലേ? പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മാറി വരുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു വികസനം സ്വപ്നം കണ്ട് ആ വികസനം നടപ്പാക്കാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് മാറുകയാണ്. പിന്നെ ആ വികസനം ഇവിടെ നടപ്പാകുമോ? പിന്നെ എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ ദേവീക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക, ശബരിമല അയ്യപ്പൻ്റെ ഗതി ഈ ദേവിക്ക് വരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൊഴിലുറപ്പ് ദിനങ്ങളെക്കുറിച്ച് ആദ്യം. തൊഴിലുറപ്പ് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഈ നിയമം കേന്ദ്ര ഗവൺമെൻറ് പ്രാവർത്തികമാക്കിയതാണ്. അത് നിങ്ങൾ ഈ പഞ്ചായത്തിലോ പഞ്ചായത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഭരണ വ്യവസ്ഥയിൽ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള തൊഴിൽ ചെയ്ത സ്ഥലങ്ങളൊന്നും എടുക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ നിയമങ്ങളും കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് തൊഴിലുറപ്പെന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുക എന്നത് മാത്രമേ പഞ്ചായത്തിന് അല്ല, അത് ഓരോ പഞ്ചായത്തിൻ്റെയും ഭൗമ അന്തരീക്ഷം അനുസരിച്ച് തൊഴിലുകൾ നമുക്ക് വിഭജിച്ചെടുക്കാം. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭൗമ അന്തരീക്ഷമല്ല ഉദയനാപുരത്തിൻ്റെയും ചെമ്പിൻ്റെയും എടക്കാട്ടുവയലിൻ്റെയും. എടക്കാട്ടുവയലിൻ്റെ അവിടെ റബ്ബർ തോട്ടങ്ങൾ കൂടുതലുണ്ട്. നമ്മുടെ ചതുപ്പ് പോലുള്ള പ്രദേശങ്ങളെല്ലാം എടക്കാട്ടുവയലിൽ കുറവാണ്. ചെമ്പിൽ അതുപോലെയാണ്. അങ്ങനെ ഓരോ പഞ്ചായത്തിന്റെയും ഭൗമ അന്തരീക്ഷം അനുസരിച്ച് തൊഴിലുകൾ കണ്ടെത്തി ചെയ്യുക എന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം ബഹുമാന്യനായ BJP പ്രതിനിധിയോടാണ്. ചോദ്യം വെറുതെ ഒന്നല്ല, നമ്മളെല്ലാവരും സാധാരണക്കാരായുള്ള ആളുകളാണ്. പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാനും പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനും 10 രൂപ മതിയായിരുന്നു 2 കൊല്ലം മുമ്പ്, 2018 വരെ. ഇന്നത് 30 രൂപ കൊടുക്കണം. 10 രൂപ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ 55 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും 60 വയസ്സ് കഴിഞ്ഞ പുരുഷനും യാത്ര ചെയ്യാൻ റെയിൽവേ ഒരു സബ്സിഡി ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം വെട്ടിക്കുറച്ചു. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ കഥയൊക്കെ പറയുമായിരിക്കാം. നമുക്ക് ടാറ്റ തന്നു പോകുന്ന വന്ദേ ഭാരത് കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, കുഴപ്പമില്ല. കേരളത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ ട്രെയിനുകളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് പോകുന്ന മെമ്മു, രാവിലെ പോകുന്ന മെമ്മു, എറണാകുളത്ത് നിന്ന് കായംകുളത്തിന് പോകുന്ന മെമ്മുവിലൊന്ന് യാത്ര ചെയ്യാൻ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും BJP പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിലൊന്ന് ശ്വാസം എടുത്ത് പോകുവാനുള്ള അവസരം ഉണ്ടാകുമോ? രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ വയനാട് ദുരന്തം. ആ ദുരന്തമുണ്ടായി അവിടെ വന്ന് ഒരു പാവപ്പെട്ട കുട്ടിയെ കയ്യിലെടുത്ത് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റി നിർത്തി നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ആ കുട്ടിയെ തലോടി ഉമ്മ വെച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി എല്ലാം പോയി. എന്താണ് മുണ്ടക്കൈ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ അവിടെ ഭവന നിർമ്മാണമൊക്കെ ആയി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായം എന്താണ്? അതിൻ്റെ തന്നെ ഒരു ഉപചോദ്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് കൂടിയാണ്. നിങ്ങൾ അവിടെ 30 വീട് നിർമ്മാണം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു? മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2010 മുതൽ 2015 വരെയുള്ള കാലയളവിൽ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് നമ്മുടെ UDF ആണ്. ബഹുമാന്യനായ പാനലിസ്റ്റ് തന്നെ അവിടെ മെമ്പറായിരുന്നു. ആ കാലത്താണ് മൂവാറ്റുപുഴയാറിൽ കേരളത്തിലെ 10,000 ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അന്നം നടത്തുന്നതിന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ജോലിയെടുക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് പുഴകളിൽ നിന്ന് നദികളിൽ നിന്ന് കാലാകാലങ്ങൾ അടിഞ്ഞുകൂടുന്ന മണൽ സംഭരിച്ച് അതിൻ്റെ റോയൽറ്റി പഞ്ചായത്തിലേക്കും തൊഴിലാളിക്ക് കൂലിയൊക്കെ കിട്ടുന്നതുണ്ട്. പറഞ്ഞോട്ടെ, ഈ നമ്മുടെ പാനലിസ്റ്റ് അടക്കം ട്രേഡ് യൂണിയൻ രംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അന്ന് റവന്യൂ മന്ത്രി അടക്കമുള്ളവരെ കാണാൻ നമ്മൾ ചെന്നുമ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞത് ഇത് നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണൽവാര് 2014 മണൽവാര് നിരോധിച്ചിട്ട് ഈ കാലം എത്രയുള്ളതിൽ അത് വാരുന്നതിനും വാരിയെടുക്കാനുള്ള നിയമനിർമ്മാണവും നടത്തുമ്പോൾ അതിന് തുരപ്പൻ പരിപാടിയുമായിട്ടാണ് UDFും BJP മുമ്പോട്ട് പോകുന്നത്. പരിസ്ഥിതി പ്രശ്നം അടക്കം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഈ 1996 കേരളം കണ്ട ഏറ്റവും വലിയ മഹത്തായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഈ നമ്മുടെ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ജനകീയാസൂത്രണ പ്രവർത്തനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനായിരുന്നു ഞാൻ. അന്ന് ഈ പഞ്ചായത്ത്
കോട്ടയത്തിൻ്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതിന് പ്രോജക്റ്റുകൾ എഴുതുകയും അതിൻ്റെ നടപടികൾ നടത്തുകയും അങ്ങനെ ആ കാലത്ത് നടന്നിട്ടുള്ള ഐതിഹാസികമായ കേരളം കണ്ട ഏറ്റവും വലിയ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളൊന്നായ ജനകീയാസൂത്രണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വികസനങ്ങളാണ്. മറ്റൊന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ. ഈ 2010-2015 കാലഘട്ടങ്ങളിൽ ഡോക്ടർ വിജയകുമാർ അടക്കമുള്ളവർ വെള്ളൂർ ആശുപത്രിയിൽ ഡോക്ടർമാരായിരിക്കുമ്പോൾ പലയിടത്തുനിന്നും കടലാസ് തുണ്ട് കഷങ്ങൾ ശേഖരിച്ച് നമ്മുടെ പ്രസ്സിൽ കൊണ്ടുപോയി അടിച്ച് തുണ്ടെഴുതുന്നതിന് വേണ്ടി കൊണ്ടേ കൊടുക്കേണ്ട ഒരു പേനയും പെൻസിലും കടലാസും കൊണ്ടേ കൊടുത്ത് മരുന്നെഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എല്ലാം മാറി ഇന്ന് ഏത് രോഗിക്കും ഏതാളുകൾക്കും ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് കിട്ടാനും ചികിത്സ കിട്ടാനും കഴിയുന്ന ഒരു പൊതു സാഹചര്യം രൂപപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഹലോ ഹലോ പറഞ്ഞോളൂ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. രാധാകൃഷ്ണൻ ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചത് ബി ജെ പിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അത് നമുക്ക് അതിനുത്തരം ധാരാളമായിട്ടുണ്ട്. ഏതായാലും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംവാദ വിഷയത്തിൽ ഈ വെള്ളൂരിൽ സംഭവിച്ച വെള്ളൂരിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന രാധാകൃഷ്ണൻ ചേട്ടനും അദ്ദേഹത്തെ ലീഡ് ചെയ്യുന്ന പാർട്ടിയും ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിന് അത് അനിവാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് ചോദ്യം ഒരൊറ്റ പോയിന്റിൽ നിങ്ങൾ ഉത്തരം പറയണം. 115.9 കോടി രൂപ മുടക്കിയ വകയിരുത്തി ഈ റോഡിന് എന്ത് സംഭവിച്ചു? 115.9 കോടി രൂപ എവിടെ പോയി? നീക്ക് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ പ്രഥമ പൗരനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം നോക്കി നിൽക്കുകയാണ് മേരി മാത എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി ഈ മിഷനറി മുഴുവൻ ഈ പഞ്ചായത്തിന് വെളിയിൽ കൊണ്ടുപോയത്. ഈ കരിമ്പട്ടിയിൽ പെടുത്തി എന്ന് പറയുമ്പോൾ മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനി കേരളത്തിൽ പല പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. വെള്ളൂർ മാത്രം എന്തുകൊണ്ട് സംഭവിച്ചു? 115 കോടി. അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്റർനാഷണൽ കാര്യം റെയിൽവേയുടെ കാര്യമല്ലേ പറയുന്നത്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി BJP പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഓരോന്നായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമല്ല ഒരു 10 ദിവസം തീരത്തില്ല. അതുപോലുള്ള പദ്ധതികളാണ് കേരളത്തിൽ തന്നെയല്ല എല്ലാ സ്റ്റേറ്റുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. BJPയുടെ പ്രതിനിധി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് കിട്ടി എന്നുള്ളത് നിയമസഭയിലെ മന്ത്രി MLA ആശയോട് ചോദിക്കുക. അതല്ല ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യുന്നു BJP?
നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? LDF ഭരിക്കുന്ന പഞ്ചായത്ത് നിങ്ങൾക്ക് നാണമില്ലേ? ഇവിടെ അടിസ്ഥാന സൗകര്യം നിഷേധിക്കപ്പെട്ടു. ജോഷി ഇവിടെ സംസാരിച്ചതുപോലെ ഓരോ ഏരിയയിലുള്ള ആൾക്കാരല്ല അടുത്ത പ്രദേശങ്ങളെ തേടി പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ന്യൂസ് ഉണ്ടായിരുന്നു ഈ റോഡിൽ വീണ ആൾക്കാർ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്, രാഷ്ട്രീയമല്ല. ഇതിവിടെ വികസനം ചർച്ച ചെയ്യുന്ന വേദിയാ, ഇത് രാഷ്ട്രീയമല്ല ചർച്ച. രാഷ്ട്രീയം പറയാനാണെങ്കിൽ നമുക്ക് അഖിലേന്ത്യാ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് വികസന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി വെള്ളൂർ എന്ത് വികസനമാണ് നടന്നത്? ഇടതുപക്ഷം അത് മറുപടി പറഞ്ഞേ പറ്റൂ. ഇടതുപക്ഷം അത് മറുപടി പറയണം. അത് പൊതുജനമാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരണം താറുമാറാക്കിയ പഞ്ചായത്ത് ഭരണം താറുമാറാക്കിയ ഇവിടെ യാതൊരു വികസന പ്രവർത്തനവും നടത്താത്ത ഈ ഭരണസമിതി ജനങ്ങളോട് ഈ ഇലക്ഷനിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ഇടതുപക്ഷത്തിന് അതിനകത്ത് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നോട് സൂചിപ്പിച്ചു, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്ത് സംഭവിച്ചു എന്ന് പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്. അവിടെയല്ല ചോദിക്കേണ്ടത്, BJP-ക്കാരോടാണ് ചോദിക്കേണ്ടത്. അവർ ചോദിക്കേണ്ടത് BJP-യോടാ. ഇവിടെ അനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് BJP സർക്കാർ. അതിനോട് പ്രതികരിക്കേണ്ടത് ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസ്സുകാർ പോകേണ്ടത് കേന്ദ്രത്തിനോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. ഇവിടെ BJP-ക്കാർക്ക് ഇതുവരെ ഈ കാര്യം പിടികിട്ടിയിട്ടില്ല. ഈ റോഡുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യത്തെ സംബന്ധിച്ച് പല നിലയ്ക്ക് പറഞ്ഞു. ഇവിടെ ദേശീയപാത ഇടിഞ്ഞു പോയല്ലോ, എന്താ വസ്തുത വന്നത്? ദേശീയപാത ഇടിഞ്ഞ് അവിടെ പൊടിഞ്ഞ് താഴത്തേക്ക് വീണപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളുമായിട്ട് ഈ കേരളത്തിലെ BJP-ക്കാർ വന്നില്ലേ? എന്താ സംഭവിച്ചത്? ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല നിലക്കുള്ള തർക്കങ്ങളും കോൺട്രാക്ടർമാരുടെ ദുരൂഹതകളും അങ്ങനെയുള്ള ഇടപാടുകളുമെല്ലാം ഈ റോഡിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 145 കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. ആ വകയിരുത്തിയ ഫണ്ട് അടിയന്തരമായി അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വെള്ളൂരിന്റെ പ്രാദേശിക വികസന കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് അഖിലേന്ത്യാ രാഷ്ട്രീയമല്ല, പഞ്ചായത്തിന്റെ പ്രാദേശിക വികസന കാര്യം. ലാസ്റ്റ് ചോദ്യം. ബഹളം വെച്ച് അവസാനിപ്പിക്കുന്ന രീതി നല്ലതല്ല. നമുക്കിത് സഹിഷ്ണുതയോട് പോകണമല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പോകണ്ടേ? ഞാൻ ഈ UDF മെമ്പർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഈ പുതിയ മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെ മോശക്കാരാന്ന് പറഞ്ഞു. അദ്ദേഹം പുതിയതായിട്ട് ജയിച്ചതാണ്. ഇവരെല്ലാം പല പ്രമുഖരും പരാജയപ്പെട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ഭരണസമിതി ഉണ്ടായത്. അപ്പോൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ കേവലമായ മര്യാദകളെ ഒന്ന് മാനിക്കാൻ പഠിക്കണ്ടേ? രണ്ടാമത്തെ കാര്യം, ഈ ഗ്രാമപഞ്ചായത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം ടാപ്പ് തുറന്ന് ആളുകൾ കിട്ടുന്നുണ്ട്, ടാങ്കിൽ നിറയ്ക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്തോടെ മുൻകൈ എടുത്തിട്ടാണ്. പിന്നെ ഇടയ്ക്കാട്ട് വയലിൻ്റെ ഈ UDF-ൻ്റെ സുഹൃത്തുക്കളല്ല ഈ വെള്ളൂരൊന്ന് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ മുമ്പിലല്ല ഇതെല്ലാം കിടന്നത്. ഇത് ഞങ്ങളൊക്കെ കുഴപ്പക്കാരാണ്, ഞങ്ങളെ വഴി നടത്തേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഇടയ്ക്കാട്ട് വയലുകാർക്ക് ഈ വെള്ളൂർ പഞ്ചായത്തിലെ 2 പ്രദേശങ്ങളിൽ നിന്ന് കുടിവെള്ളം നീട്ടിക്കൊണ്ടു പോകാൻ പല കാലങ്ങളായി ശ്രമിച്ചു. ഒരു സ്ഥലത്ത് നമ്മളതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്, തോന്നല്ലൂർ. ചെറുകര വന്നിട്ട് സമ്മതിച്ചിട്ടില്ല. 7 സ്ഥലത്തേക്ക് ഈ ഇടയ്ക്കാട്ട് വയൽ പഞ്ചായത്തിലേക്ക് നമ്മുടെ പഞ്ചായത്താണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് വികസനത്തിൻ്റെ സമസ്ത വഴികളും ടച്ച് ചെയ്യാൻ ഇപ്പോൾ പ്രാപ്തമായിട്ടുള്ള ഈ ഭരണസമിതി UDF-ഉം LDF-ഉം ഒക്കെ ഒന്നിച്ച് തന്നെ, അല്ലെ നിങ്ങൾ നേരത്തെ പ്രതിപക്ഷമാകേണ്ടതായിരുന്നു. ഇവിടെ പ്രതിപക്ഷം ജനങ്ങളാണ്. ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ LDF-ൻ്റെ പ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറഞ്ഞു. BJP-യുടെ കാര്യത്തിലും തർക്കമില്ല. ഈ എയിംസ് എന്ന് പറയുന്ന സാധനം വന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എയിംസ് വെള്ളൂർ വരണമെന്നാണ്. വെള്ളൂരുകാരനെന്നുള്ള നിലയിൽ എല്ലാ പൗരന്മാരും പറയേണ്ട അതാണ്. ആ ഒറ്റവാക്കിൽ അവസാനിപ്പിക്കണം. സാധ്യതയുള്ളവർ അവിടെ പോകണം. ട്രെയിൻ വെള്ളൂർ പഞ്ചായത്തിലെ 1-ാം ട്രാക്കിൽ ഒന്ന് നിർത്താനുള്ളൊരു ശ്രമം നടത്തണം BJP. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ഇതിന് ആരും മറുപടി പറയേണ്ടതായിട്ടില്ല, നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതിന് വേണ്ട പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. LDF-ഉം UDF-ഉം എല്ലാവരും. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് വികസന സെമിനാറാണ്, അല്ലാതെ വെറും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനുള്ളതല്ല. നമ്മളെ പഞ്ചായത്തിൻ്റെ വെള്ളൂർ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയണം. ഒന്ന്, നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഭിന്നശേഷി സൗഹൃദമല്ല. അത് ഭിന്നശേഷി സൗഹൃദമല്ല എന്ന് പറഞ്ഞാൽ ഒരു എലിവേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ ഒരു സൗകര്യങ്ങളോ അവിടെ ഇല്ല. ഒരു ഭിന്നശേഷിക്കാരൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള യാതൊരു വഴിയില്ല. റാമ്പ് ഉണ്ട്, പക്ഷേ അത് ഇങ്ങ് പടിഞ്ഞാറും അല്ലെങ്കിൽ അങ്ങ് അവിടെ 2 സ്ഥലത്തും മൂടിക്കിടന്നിട്ട് ഈ ചെടി മൂടിക്കിടന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല.
ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്നുള്ളതിന് നിങ്ങളെല്ലാവരും ഒരുപോലെ സഹകരിക്കും. രണ്ടാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ തൊഴിലുറപ്പ് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഏറ്റവും കൂടുതലൊരു പ്രശ്നം എന്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒത്തിരി തൊഴിലാളികൾ പണിയെടുക്കുന്നത് വെറും പ്രൈവറ്റ് വ്യക്തികളുടെ പുരയിടത്തിലാണ്. നമുക്കത് മാറ്റി നമ്മളെ റോഡിൽ എവിടെയൊക്കെ എന്തൊക്കെ മോശമായിട്ട് കിടക്കുന്നുണ്ട്, വളരെ പുല്ലും ഇതൊക്കെ പിടിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത പഞ്ചായത്ത് റോഡുകളും അല്ലെങ്കിൽ മറ്റേ PWD റോഡുകളും, ഈ റോഡിൻ്റെ സൈഡുകൾ വൃത്തിയാക്കുകയായിരുന്നെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നിയമത്തിൽ വ്യത്യാസം വരുത്തണമായിരിക്കും. പക്ഷേ ആ നിയമത്തിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടുന്നുള്ള ആക്ഷൻ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മുന്നേ ഒരു കാര്യമുണ്ട്, ഈ പേപ്പട്ടി ശല്യം. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഇവിടെ പേപ്പട്ടി കടിച്ചിട്ട് ആശുപത്രിയിലാവുമ്പോഴേ നമ്മൾ അതിനെ ചിന്തിക്കുള്ളൂ. അതിൻ്റെ മുന്നേ ഇപ്പം തന്നെ നമ്മൾ പേപ്പട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ ഒരു കാര്യമാണ് എയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ട് HNLൻ്റെ കാര്യം. ഞാൻ 35 വർഷത്തോളം HNL ജോലി ചെയ്തിട്ട് റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ്. ഈ HNL പൂട്ടിപ്പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്ന്, ഇവിടെ ഒരു മാന്യവ്യക്തി പറഞ്ഞു അത് കണക്കിൽ തിരിമറി നടത്തിയിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ. നമ്മളുടെ ചില ഇത് കാരണം HNLൻ്റെ ഉണ്ടാക്കുന്ന പത്രത്തിന് വില കുറവും കൂടുതൽ ഉൽപ്പാദന ചെലവും വില കുറവുമായി വന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസിയുടെ അതുകൊണ്ട് അത് കാരണം വന്നിട്ട് ഭയങ്കരമായ നഷ്ടത്തിലേക്ക് പോയി, പ്രവർത്തന മൂലധനമില്ലാതെ പൂട്ടിപ്പോണ്ടി വന്നു. അല്ല, എനിക്ക് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം അത് ഈ KPPLന് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് കൊടുത്തു എന്നാണ് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞത്. എൻ്റെ ചോദ്യം അതല്ല. കേരള ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ടോ പ്രസിഡന്റ്? കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശം എപ്പോഴായി? കേസ് തീർന്നോ? എന്തായിരുന്നു അറിയോ? തീരാത്തതിൻ്റെ കാരണം എന്തായിരുന്നു അറിയോ? കേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് സമയക്കുറവ് മൂലമാണ്. അവസാനമായി അദ്ദേഹം ഒരു കുറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കുക. ഇവിടെ വികസനം കാര്യമായി നടന്നിട്ടില്ല എന്ന് UDF-ഉം കുറെ വികസനം വഴിമുട്ടിയതിന്റെ കാരണം റോഡ് പണിയൊക്കെ തടസ്സം നേരിട്ടതിന്റെ കാരണമെല്ലാം LDF-ഉം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും പൊതുജനങ്ങൾ വിലയിരുത്തുക. നമുക്ക് അടുത്ത ഒരു പോരാട്ടം അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും, കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.